അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു. ഭവനരഹിതർ,
വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, നമ്മുടെ കൂടെ കൃപാസനത്തിൽ കഴിഞ്ഞ ജൂൺ മാസം ആദ്യം വരെ ഇവിടെ സ്പിരിച്വൽ ആനിമേറ്ററായിരുന്ന അലക്സസിനില്ലേ, അലക്സ് കൊച്ചിക്കാരൻ വീട്ടിലെ അച്ഛനിപ്പോൾ ഒരു നല്ല വലിയ പള്ളിയിലാണ്, നല്ല സുന്ദരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദൈവത്തിന് നന്ദി. നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞത്, അച്ഛൻ ഇടയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കുണ്ടല്ല, അച്ഛൻ ഈ മിഷൻ ജോലി ചെയ്ത അച്ഛനെ ഈ റീജൻസി ചെയ്തത് മേഘാലയയിലാണ്. മേഘാലയയിൽ ഒരു കൊല്ലം റീജൻസി ചെയ്ത്, അത് മലയോര പ്രദേശമാണല്ലോ. പക്ഷേ റീജൻസി ചെയ്യുമ്പോൾ അച്ഛൻ പറയണത് ഒരു സീസൺ കഴിഞ്ഞൊരു 3 മാസത്തേക്ക് അവിടെ ആൾക്കാർ കഴിക്കണം, വീട്ടിൽ നിന്ന് ആൾക്കാർ കഴിക്കണത്. വീട്ടിലില്ലേ, ഞാൻ തന്നെ വാവിളിച്ചു പോയി. അതിങ്ങനെ കൊച്ചു കുഞ്ഞും മരുന്നും എല്ലാം കുറ്റിക്കാട്ടിലേക്ക് പോയിട്ട് ഈ സമയമാകുമ്പോൾ വിട്ടിലുകൾ എവിടുന്നോ പറന്ന് വരും. ആ വിട്ടുകളിലേക്ക് പറിച്ച് പിടിച്ചവർ എല്ലാവരുടെ കയ്യിലും ഒരു 1/2 കിലോ 2 കിലോ 3 കിലോ വെച്ച് അവർ കളക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ നല്ല ഇതുണ്ട്, പ്രോട്ടീൻസ് ഉണ്ടാവുകയും കഴിക്കാൻ നമുക്ക് ഇപ്പം കഴിക്കാതൊക്കെ ഇരുന്ന് കഴിക്കാതിരിക്കുക ആൾക്കാർ. പക്ഷേ കഴിക്കാൻ തുടങ്ങിയാൽ അങ്ങനെ കഴിച്ച് പോകും, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ചെമ്മിനൊക്കെ കഴിക്കണില്ലേ, കഴിച്ച് പണ്ടേ ശീലിച്ചുകൊണ്ടാണേ. വീട്ടിലിനാണ് നമുക്ക് ചെമ്മിന് പകരം നമ്മൾ വീട്ടിലിനാണ് ആദ്യമേ കഴിച്ചെങ്കിൽ നമ്മൾ വീട്ടിലിനെ കഴിച്ചേക്കണം. ഇതെല്ലാം ഒരു ഫുഡ് എപ്പോഴും ഒരു ഹാബിറ്റല്ലേ, ഹാബിറ്റ് ആണ് ഫുഡ്. അപ്പം നമ്മുടെ ഫുഡ് ഹാബിറ്റ് അത്ര ഗുണമില്ലാത്ത കൊണ്ടല്ലേ നമ്മൾ വയറൊക്കെ ചാടി കിടക്കണം. ചോറ് എപ്പോഴും ചെല്ലും, പഴഞ്ഞ് കഞ്ഞി കുടിക്കും, നമ്മൾ ചോറ് തിന്നും, കഞ്ഞി കുടിക്കും, കുഞ്ഞില്ലാതെ. അപ്പം ഇനിയിപ്പോൾ പുതിയ തലമുറ വന്നപ്പോൾ കുറച്ച് അവർ മാറ്റുകയും അവർ ചപ്പാത്തിയിലോട്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് വെജിറ്റേറിയനിലേക്ക് മാറുന്നത്, വെജിറ്റേറിയനിലേക്കൊക്കെ പോകുന്നുണ്ട് പിള്ളേർ. അതെല്ലാ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. വീട്ടിൽ വരുന്ന ഒരു സീസണാണ് മേഘാലയയിൽ. ആൾക്കാർ പറയുന്നത് അത് സന്തോഷത്തോടെയാണ്, അവർ ഉത്സവത്തോടെയാണ്. പണ്ട് കിഴക്കൻ നാട്ടിലൊക്കെ നമ്മുടെ കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി സ്ഥലമൊക്കെ കപ്പ പറിക്കണ ഒരു രാത്രി ഉണ്ടായിരുന്നു. കപ്പ പുഴുങ്ങണ രാത്രി, വട്ടം അരിഞ്ഞ് ഉണക്കണ രാത്രി. എന്തൊരു ഉത്സവം! മനുഷ്യൻ നാടിൻ്റെ നൈസർഗികമായ ഒരു ഉത്സവത്തിൻ്റെ കാലമായിരുന്നത്. നമ്മുടെ പാലപ്പുഴ നാട്ടിലാണെങ്കിൽ തേങ്ങ വെട്ട് വലിയ ഉത്സവമായിരുന്നു. അത് ഉണക്കണതും കടപ്പുറത്ത് ഞാൻ അപ്പനുമായിട്ട് പോയി കടപ്പുറത്ത് തേങ്ങ രാത്രി ഉണക്കുമായിരുന്നു. ഉണക്കാൻ വെച്ചിട്ട് രാത്രി കൂട്ടിടക്കാൻ പോകും. അപ്പോൾ അവിടെ തേങ്ങ കടത്താൻ വേണ്ടി കുറേ ആൾക്കാർ വരും. അവർ കടത്തിയിടുന്ന ചിരട്ട എടുത്ത് കുപ്പ കൂട്ടിയിട്ട് അതിൻ്റെ പുറത്ത് കപ്പ എടുത്ത് ചുട്ടെടുക്കും. ഒരു നാട്ടു സന്തോഷങ്ങളാണ്. ഇങ്ങനെ ഓരോ സീസണിലേക്ക് ആൾക്കാർക്ക് ഓരോ സന്തോഷങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലൊരു സീസൺ ബൈബിളിൽ എല്ലാത്തിനും സീസണുണ്ട്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിന് സീസണില്ല. നമ്മൾ ഉടമ്പടിക്ക് തന്നെ നമ്മൾ ഒരു 90 ദിവസം എന്ന് വെച്ചേക്കണില്ലേ, 90 ദിവസം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പെടുന്ന നിങ്ങൾക്കൊരു ഇപ്പോൾ ഓൺ ഇയർ മാർച്ച് സെറ്റ് ഗോ എന്ന് പറയാൻ വേണ്ടി ഒരു സ്റ്റാർട്ടർ നമ്മുടെ ഉപ്പൂരിയുടെ വെക്കത്തില്ലേ, ആ ചവിട്ടിക്കൊണ്ടാണല്ലോ അവർ കുതിക്കണം. ഇങ്ങനെ ഈ 90 ദിവസം വെച്ചിരിക്കുന്നത് കുതിപ്പിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ കുതിച്ച് അവിടെ തന്നെ കിടക്കരുത്.
എന്തുമാത്രം ആൾക്കാരാണെന്നാ കൊതിച്ച് കയറിപ്പോയത് ക്രിസ്തുവിൽ. ഞാൻ നല്ല ഓട്ടം ഓടി. എടുത്തേ അതായത് 2 തിമോത്തി 4:7-8. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. ഇത് നടപ്പല്ലായിരുന്നു കക്ഷി. വിശ്വാസ ജീവിതം കാക്കാൻ വേണ്ടി ഓടുകയായിരുന്നു. അതിൻ്റെ നിൽക്കില്ല, നടപ്പല്ല, സ്ലോ ഡൗൺ അല്ല. ഉടമ്പടി ഒരു ഓട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഓടി കയറുന്ന എന്തുമാത്രം മനുഷ്യരാണെന്നറിയാവാ ഇവിടുത്തെ സാക്ഷ്യം പറയണത്. ഇപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് 3 സാക്ഷ്യം, 3ാമത്തെ സാക്ഷ്യം പറഞ്ഞ് 6 കൊല്ലത്തിനുള്ളിൽ 3 സാക്ഷ്യം കിടിലൻ സാക്ഷ്യമാണ്. അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അവർ സുവിശേഷ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, സുവിശേഷ സാക്ഷ്യം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു എന്താണ്, ഒരു സീസണബിളാകരുത്. വിട്ടിൽ വരണത് പിടിച്ച് തിന്നാൻ പറ്റുന്ന രീതിയിൽ മേഘാലയക്കാർക്ക് ഒരു സീസൺ ഉണ്ടായിരുന്ന പോലെ ഒരു സീസണല്ല ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഓൺഗോയിങ് നടപ്പമല്ല, പിന്നെന്താണ്, ഇത് ഓട്ടമാണ്. വിശ്വാസ സംബന്ധമായ കാര്യത്തിന് സ്പീഡ് ഉണ്ടാകണമെന്ന് അർത്ഥം, ഹോൾട്ട് ഉണ്ടാകരുത്. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ദൈവപിതാവിന് ആദ്യമായി നന്ദി പറയുന്നു. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് കുടുംബത്തോടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം നൽകിയ ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവ മഹത്വത്തിനായി ഈ സാക്ഷ്യം ഞങ്ങൾ സമർപ്പിക്കുന്നു. എൻ്റെ പേര് റിൻസി ജോസഫ്. ഞങ്ങൾ ബഹ്റിനിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭർത്താവ് പ്രശാന്ത്, ഇത് മൂത്ത മകൾ റൂത്ത്, മകൻ റാഫേൽ, റേച്ചൽ, ഇളയ മകൻ മിഖായേൽ. ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. സാക്ഷ്യങ്ങൾ കേട്ട് എനിക്ക് കൃപാസനം മാതാവിനെ അടുത്തറിയണമെന്ന വലിയ ആഗ്രഹമുണ്ടായി. അതനുസരിച്ച് ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്നു. പഴയ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം കേട്ട് എനിക്ക് എത്രയും വേഗം ഇവിടെ വരണം എന്ന ആഗ്രഹമുണ്ടായി. ആ അവസരത്തിൽ ഞാൻ അവിടെ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ IELTS പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തുകൊള്ളാം. എനിക്ക് ഉടമ്പടി വസ്തുക്കൾ കിട്ടുകയാണെങ്കിൽ അമ്മയൊന്ന് കൊടുത്തു വിടണമേ. എന്നാൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ IELTS പാസ്സാകാൻ സാധിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അമ്മ അത്ഭുതകരമായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി വഴി ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു വിടുകയും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം ഹാളിൻ്റെ പുറത്ത് ഉടമ്പടി ഉപ്പ് ഇട്ടതിന് ശേഷം പ്രാർത്ഥിച്ച് ഞാൻ എക്സാം ഹാളിലേക്ക് കയറി. എനിക്ക് അത് വലിയ ലാംഗ്വേജ് ഒന്നുമുള്ള ആളല്ല, പക്ഷേ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം എനിക്കുണ്ടായി. ഞാൻ അവിടെ വന്ന എൻ്റെ കൂടെ എക്സാം എഴുതാൻ വന്നവരെ ധൈര്യപ്പെടുത്തുകയും അവർക്കെല്ലാം ഉടമ്പടി ഉപ്പ് കൊടുക്കുകയും ചെയ്തു. ഞാൻ എന്ത് പ്രാർത്ഥിച്ചോ എന്ത് പഠിച്ചോ അത് മാത്രമാണ് എനിക്ക് എക്സാമിന് വന്നുള്ളൂ. അങ്ങനെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല മാർക്കോടുകൂടി റിക്വയർഡ് സ്കോർ ലഭിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങൾ അതിന് നന്ദി പറയാനെന്ന വണ്ണം 2022 ഓഗസ്റ്റ് 17 ഇവിടെ കടന്നു വരികയും കുടുംബമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ തന്നെ മാതാവിനെ അവിടെ വഹിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് വലിയൊരു സ്പാർക്ക് അനുഭവപ്പെട്ടു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ പ്രദക്ഷിണമായിട്ട് ഇവിടെ വന്നത്. എനിക്ക് പാട്ട് പാടാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്നിരുന്ന ആളുകളൊക്കെ എന്നെ നോക്കി. ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇതിലൂടെ കടന്നുപോയത്. വാവിട്ട് കരയുകയായിരുന്നു. എനിക്ക് ഒരു സ്പാർക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഉടമ്പടി എടുത്തു, ഞങ്ങൾ തിരിച്ചു ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു അനുഭവം പിന്നെ കിട്ടിയില്ല. ഞാൻ ഉടമ്പടി പൂർത്തിയാക്കി. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവുമായിട്ട് എൻ്റെ ഉടമ്പടി 90 ദിവസം ഞാൻ പൂർത്തിയാക്കി. പ്രാർത്ഥനയെല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തു പോന്നു. പക്ഷേ എനിക്ക് മാതാവിനോട് അടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനാ ജീവിതമായി ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ കുടുംബം ഒന്നിച്ച് പള്ളിയിൽ പോവും. അങ്ങനെ പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, ജപമാല ചെല്ലും, അങ്ങനെ കടന്നുപോയി. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമാവസ്ഥ ഉണ്ടായി. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമാവസ്ഥ വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരുന്നതിന് വേണ്ടിയാണ് അമ്മ എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾക്ക് നാലാമത് പ്രഗ്നൻ്റ് ആകുകയും അത് 2 മാസം കഴിഞ്ഞപ്പോൾ അബോർഷനായി പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഈ മൂത്ത കുഞ്ഞുങ്ങളോട് പറഞ്ഞിരുന്നു 4ാമത് കുഞ്ഞുവാവ് വരാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇവർ വയറെ കൈവച്ച് പ്രാർത്ഥിക്കുകയും
ഇവർ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. എന്നാണ് ഇനി കുഞ്ഞുവാവ് വരുന്നത്, ഇവർ ദിവസം എണ്ണാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ അബോർഷനായി പോയി എന്നുള്ളത് പറയുവാനായിട്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. ഞങ്ങൾ കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞില്ല. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കാനോ ഒന്നും ഞാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ. അതിനുശേഷം ഞങ്ങൾ അങ്ങനെ പോകുന്ന സമയത്താണ് പള്ളിയിൽ നിന്ന് ഞങ്ങളുടെ അവിടെ ഇടവകയിലുള്ള സൗമ്യ ചേച്ചി എന്നെ കാണുക. ആ ചേച്ചിക്ക് മുന്നേ ഒന്നും എന്നെ പരിചയമില്ല, ഞങ്ങൾ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പള്ളിമുറ്റത്ത് വെച്ച് പരിചയപ്പെട്ട് എന്നോട് പറഞ്ഞു, മോളെ കൃപാസന മാതാവിനെ കുറിച്ച് അറിയാവോ, ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്ന്. ഞാൻ ആ വിഷമാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ആ സന്ദർഭത്തിലാണ് ആ ചേച്ചി ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ സാക്ഷ്യം യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സാക്ഷ്യം കേൾക്കുകയും അപ്പം തന്നെ എനിക്ക് ആ പ്രാർത്ഥനയിലേക്ക് മാതാവ് എന്നെ തിരിച്ചു വിളിച്ച ഒരു സന്ദർഭമായിരുന്നു അത് മനസ്സിലാക്കി ഞാൻ അന്ന് രാത്രി തന്നെ ഉടമ്പടി എടുത്ത് ആ ചേച്ചി പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ആ ചേച്ചി അപ്പോഴെനിക്ക് തിരിയോ ഒന്നും എൻ്റെ കയ്യിലില്ല, ഉപ്പൊന്നുമില്ല. ആ ചേച്ചി എനിക്ക് ഉപ്പും കൊന്തയും മാതാവിൻ്റെ കാശുരൂപങ്ങളും എല്ലാം തന്നു, തേനും എല്ലാം തന്നു. അതെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ വീണ്ടും സർവ്വശക്തിയോടെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ചേച്ചി സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് തിരി കത്തിച്ചപ്പോൾ ഹാർട്ട് വന്നു എന്ന് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ വെച്ചു, എനിക്ക് മാതാവിനെ അടുത്തറിയണം, പേഴ്സണലായിട്ട് എനിക്ക് മാതാവിനെ അനുഭവിച്ചറിയണം എന്ന് ആദ്യത്തെ ഉടമ്പടി നിയോഗമായിട്ട് ഞാൻ വെച്ചു. കാരണം അതിന് മുമ്പത്തെ ഉടമ്പടിയിൽ എനിക്ക് അത്ര ഒരു അനുഭവം കിട്ടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് പിറ്റേ ദിവസം തന്നെ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഹാർട്ട് ഉയർന്നു വന്നു. അതിനുശേഷം ഹാർട്ട് വന്നു. ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ പിറ്റേ ദിവസം തിരികെത്തിച്ചപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം കുരിശുരൂപം വന്നു. അതുപോലെ മെഴുകുകൊണ്ട് മാതാവിൻ്റെ ഒരു രൂപം, കാശുരൂപങ്ങൾ വരാൻ തുടങ്ങി. തിരികെത്തിച്ച് എന്ന് പ്രാർത്ഥിച്ചോ എനിക്ക് ഒരിക്കൽ പോലും ഒരു നിരാശപ്പെടേണ്ടി വന്നില്ല. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അത്ഭുതം മാതാവ് കാണിച്ചിരിക്കും. അതുപോലെ മുല്ലപ്പൂ സുഗന്ധമായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മാതാവ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മാതാവിനോട് എന്തെന്നില്ലാത്ത ഭക്തി, മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊരൊറ്റ ത്വരയായി എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞാൻ പ്രാർത്ഥനയുടെ ഒരു മകളായിട്ട് മാതാവ് എന്നെ മാറ്റി. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷേ മാതാവ് എന്നെ ശരിക്കും ഉരുക്കി വാർത്തെടുക്കുകയായിരുന്നു. അതുപോലെ മാതാവ് എനിക്ക് ഭയങ്കര ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമുള്ള ആളാണ്. ഞാൻ കൃത്യസമയത്ത് ഉറങ്ങണം, രാവിലെ 6 മണിക്കാണ് എണീക്കുള്ളൂ. അങ്ങനെ എനിക്ക് ഭയങ്കര നിബന്ധനയുള്ള ഒരാളായിരുന്നു. പക്ഷേ 3 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 2:58, 2:59 ആകുമ്പോൾ ഈ നമ്മുടെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ശബ്ദത്തിലാണ് മാതാവ് എന്നെ വിളിച്ചുണർത്തുന്നത്. മകളെ മകളെ എന്ന് വിളിക്കും. ആ വിളി കേൾക്കുമ്പോൾ ഞാൻ കൃപാസനത്തിലെ അച്ഛൻ പെട്ടെന്ന് ഞാൻ ചാടി എണീക്കും. അങ്ങനെയാണ് ഞാൻ ഈ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നത്. 3 മണി തൊട്ട് പിന്നെ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ മിക്കവാറും ഞാൻ കിടക്കാൻ പോകാറില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്ക് ഒത്തിരി വിഷൻസ് തന്നു, ഒത്തിരി ദർശനങ്ങൾ തന്നു. കൃപാസന മാതാവ് എൻ്റെ മുറിയിൽ വന്നു. കൃപാസന മാതാവിൻ്റെ ഈ വെള്ളത്തിൻ്റെ അലയടിക്കുന്നൊരു ശബ്ദം കേട്ട് ഞാൻ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ അവിടെ മുഴുവൻ ഇരുട്ട്. ഞങ്ങളുടെ റൂമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ റൂമിൽ ഈ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത് എന്താണോ അതേ രൂപം എൻ്റെ റൂമിൽ വന്നു. അതുപോലെ അതൊരു ദിവസം. അതിനുശേഷം അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. വെള്ളത്തിൻ്റെ ഇരമ്പൽ ശബ്ദം എല്ലാം കേട്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയപ്പെട്ടു. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട എന്ന് എൻ്റെ ചെവികളിൽ എനിക്ക് കേൾക്കാം. അങ്ങനെ എന്നെ മാതാവ് ഒത്തിരിയേറെ ദർശനങ്ങൾ തന്നു. അങ്ങനെ മാതാവിൻ്റെ ഒത്തിരിയേറെ സ്നേഹം വാരിക്കോരി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ രണ്ടാമത്തെ നിയോഗം ഞങ്ങൾ വെച്ചിരുന്നത്, ദൈവഹിതമെങ്കിൽ ഒരു കുഞ്ഞിനെ കൂടി തന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് രണ്ടാമത്തെ നിയോഗം വെച്ചത്. ആ നിയോഗം വെച്ചു. അതിനുശേഷം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ഉടമ്പടി എടുത്ത് 15 ദിവസത്തിനകം, അപ്പോൾ ഓൾറെഡി എനിക്ക് പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയിരുന്നു. ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓൾറെഡി നിങ്ങൾക്ക് 3 കുട്ടികളുണ്ട്, അപ്പോൾ ഇനി അടുത്ത കുട്ടിക്ക് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട, ഓൾറെഡി ഏജ് ഓവർ ആകാൻ പോകുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് റിസ്ക് എടുക്കണ്ട എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഹോർമോൺ ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്തു, എല്ലാം നോർമലാണ്. പക്ഷേ പീരീഡ്സ് ഇങ്ങനെ 15 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് ആകുന്നു. അതുപോലെ ഹെവി ബ്ലീഡിങ്, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ആ സമയത്ത്. ഇരുന്ന സമയത്താണ് മാതാവ് എന്നോട് പറയുന്നു, 15-ാം തീയതി ചെക്ക് ചെയ്ത് നോക്കുക, നീ പ്രഗ്നൻ്റ് ആയിരിക്കും, അത് ഒരു ആൺകുഞ്ഞായിരിക്കും, അവന് മിഖായേൽ മറിയം എന്ന് നീ പേരിടണം എന്ന് മാതാവ് എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ ചെവികളിൽ ഞാൻ കേട്ടു ആ ശബ്ദം. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓർത്തു, എങ്ങനെ സംഭവിക്കും? ഒരിക്കലും മാതാവിനെ പോലെ ഞാനും മാതാവിന്
ഈ മംഗളവാർത്താ സമയത്ത് മാതാവിനുണ്ടായ അതേ ഇത് എനിക്ക് പിന്നെ മാതാവിലുള്ള വിശ്വാസവും മാതാവിൻ്റെ സ്നേഹവും അനുഭവിച്ചറിഞ്ഞതുകൊണ്ടും ഞാനത് പരിപൂർണമായിട്ടും വിശ്വസിച്ചു. ഞാൻ ഭർത്താവിനോടല്ലാതെ വേറെ ആരോടും ഈ കാര്യം പറഞ്ഞില്ല. അതൊരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഓൾറെഡി എനിക്ക് പീരീഡ്സിൻ്റെ പ്രശ്നം, ഹോർമോൺ, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളായതുകൊണ്ട് ഞങ്ങളത് അത് മനസ്സിലേറ്റെടുത്തെന്നല്ലാതെ പുറത്തെ ആരോടും ഞങ്ങൾ പറഞ്ഞില്ല. 15-ാം തീയതി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഉടനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞത് പ്രഗ്നൻ്റ് ആണെന്ന് പറയാൻ പറ്റുകയില്ല, ഇനിയും ടെസ്റ്റുകളൊക്കെ ചെയ്യണം, ഇത് നോർമൽ പ്രഗ്നൻസി ആണെന്ന് തോന്നുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ തന്നെ മെഡിസിൻ വാങ്ങി കഴിക്കുകയും ഞങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിച്ചു. മിഖായേൽ എന്ന് പേരിടണമെന്ന് മാതാവ് പറഞ്ഞെങ്കിൽ മാതാവ് തന്നെ തരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, അങ്ങനെ മുന്നോട്ട് പോയി. അതിനുശേഷം മിഖായേൽ എന്ന പേരിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഞങ്ങളെല്ലാം ഇവരുടെ എല്ലാം പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് R എന്ന ലെറ്ററിലാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എന്തിടണം എന്നുള്ള പേര് ഓൾറെഡി കുഞ്ഞുങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ മാതാവ് എന്നോട് ബൈബിൾ എടുത്ത് തുറക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞാൻ ഇപ്രകാരം വായിച്ചു. അത് ഹൈലൈറ്റ് ചെയ്താണ് ഞാൻ കണ്ടത്. അവൻ മിഖായേൽ എന്നറിയപ്പെടും, അവൻ നിലവിലുള്ള 3 രാജാക്കന്മാരിലും പ്രബലനായിരിക്കും എന്നൊരു തിരുവചനം. പിന്നെ ഒന്നും സംശയമില്ല, അങ്ങനെ തന്നെ പേരിടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിനുശേഷം മറിയം എന്ന പേര് കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ അതും പിന്നെ സംശയമായി. മറിയം എൻ്റെ പേര് കൂട്ടിയിടണം സംരക്ഷണത്തിനായി എന്നാണ് അമ്മ പറഞ്ഞു തന്നത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു, മറിയം എന്ന ആൺകുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് തുറന്നപ്പോൾ ഒരു വീഡിയോ ഓപ്പണായി വരികയാണ്, ഒരു ഷോർട്ട് വീഡിയോ, ഒരു റീൽസ്. അതിൻ്റെ അകത്ത് ഒരു ബ്രദറിൻ്റെ സാക്ഷ്യമാണ്. ബ്രദർ പറഞ്ഞു, എനിക്ക് 7 ആണോ 8 ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, ആൺമക്കളാണുള്ളത്. ആ കുഞ്ഞുങ്ങൾക്കെല്ലാം ഞങ്ങൾ മാതാവിൻ്റെ സംരക്ഷണത്തിനായി മാതാവിൻ്റെ പേര് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. യോഹന്നാൻ മറിയം, ലൂക്ക മറിയം, മത്തായി മറിയം, അങ്ങനെയാണ് അവരുടെ പേര് എന്ന് ആ ബ്രദർ സാക്ഷ്യം പറയുവാണ്. പിന്നെ ഒന്നും ഞങ്ങൾ ചിന്തിച്ചില്ല. ഇവന് മിഖായേൽ മറിയം എന്ന് ഞങ്ങൾ ഉറച്ച് തീരുമാനമെടുത്തു. അത് ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മിഖായേൽ മറിയത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതാണ് അടുത്ത ഒരു സാക്ഷ്യം. 5-ാം മാസത്തിലെ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഒന്നും കാണുന്നില്ല, എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെയാണ് ഡോക്ടറുടെ മുഖവും സംസാരവും ഒക്കെ. സ്കാനിങ്ങിന് ഞാൻ കിടക്കുവാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒന്നും തോന്നിയില്ല. നമ്മൾ ഓൾറെഡി സ്കാനിങ് ചെയ്യുന്ന റൂമിൻ്റെ പുറത്ത് അവിടെ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ടതിന് ശേഷമാണ് ഞാൻ സ്കാനിങ്ങിന് ചെന്നത്. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം ഒന്നും പതറിയില്ല. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു, ഒന്നും കാണുന്നില്ല, പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സന്തോഷത്തോടെ തിരിച്ചു വന്നു. അപ്പോഴും ഡോക്ടർ പറയുന്നു, സ്പൈനൽ കോഡ് കാണുന്നില്ല, മിക്കവാറും ഇത് ബേബി ഗേൾ ആകാനാണ്, അങ്ങനെയാണ് ആയിരിക്കാം എന്നൊക്കെ. അങ്ങനെ ഒരു സംശയത്തിലാണ് മൊത്തത്തിൽ പറയുന്നത്. ഡോക്ടറുടെ മുഖവും എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ആകെ പെട്ടെന്ന് എത്ര വിശ്വാസം ഉണ്ടെങ്കിലും പെട്ടെന്നൊരു ഷോക്ക് പോലെ ആയിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ ഇനി ഒന്നും കൂടെ ഒന്ന് പോയി സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് കണ്ണടച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഇത്രയും കൂട്ടുപിടിച്ച് അമ്മയുടെ ഇത്ര അനുഭവം കിട്ടിയത് സത്യമാണെന്ന് എനിക്കറിയാം. നമുക്ക് 2 പേർക്കും ആണ് ഈ കാര്യങ്ങൾ അറിയാവുന്നത്. അമ്മ ഇത്രയും കൂട്ടായിട്ട് അമ്മ എന്നെ തള്ളിക്കളയരുതേ. അതുപോലെ എനിക്ക് കുഴപ്പമില്ല, പെൺകുഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് 2ഉം സന്തോഷമാണ്. പക്ഷേ എൻ്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസം പതറിപ്പോകാതെ അമ്മ കാത്തുകൊള്ളണേ എന്ന് ഞാൻ അവിടെ കിടന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണടച്ചിങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഇന്നുവരെ ചെയ്തിട്ടുള്ള എല്ലാ പുണ്യപ്രവൃത്തികളുടെയും അതിൻ്റെ എന്തെങ്കിലും ഒരു യോഗ്യതയുണ്ടെങ്കിൽ അമ്മേ എനിക്കിത് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ പുണ്യം ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, 40 വർഷം അച്ഛൻ അർപ്പിച്ച എല്ലാ കുർബാനയുടെ യോഗ്യതയാലും അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നടന്നിട്ടുള്ള എല്ലാ ആരാധനയുടെ യോഗ്യതയാലും ഞാൻ പ്രാർത്ഥിക്കുന്നു, അമ്മേ ഈ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾക്ക് ഈ തിരുവൾത്താരയിൽ കയറി സാക്ഷ്യം പറയുവാൻ, അമ്മയുടെ സാക്ഷിയാകുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് ഞാൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് ആ സാക്ഷ്യം പറയുന്ന മുറി മുഴുവൻ ഒരു ചാര നിറമാണ്. ഞാൻ കർട്ടനിലേക്ക് നോക്കി, എനിക്കിത് എന്നാണെന്ന് മനസ്സിലാകുന്നില്ല. കർട്ടൻ നോക്കിയപ്പോൾ ചാര കളറ്, അതുപോലെ വാഷ് ബേസിന് എല്ലാം അവിടെ ആ റൂമിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ചാര കളറിലാണ് ഞാൻ കാണുന്നത്. അപ്പം തന്നെ ഡോക്ടർ പറയുവാണ്, കണ്ടു, എല്ലാം നോർമലാണ്, എ ഹെൽത്തി ബേബി ബോയ് എന്നാണ് എന്നോട് പറഞ്ഞത്. യാതൊരു കുറവും കൂടാതെ അമ്മ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ അമ്മ ഞങ്ങളുടെ കുഞ്ഞിനെ യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തന്നു.
അതുപോലെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് വേദന എനിക്ക് അതുപോലെ അമ്മയൊന്നും ഇവിടുന്ന് നാട്ടിൽ നിന്ന് അവർക്ക് ചേട്ടയുടെ അമ്മയ്ക്കും എൻ്റെ അമ്മയ്ക്കോ ഒന്നും വരാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അമ്മയോട് എപ്പോഴും പറയുമായിരുന്നു, അമ്മേ എൻ്റെ അമ്മ കൃപാസനം അമ്മയാണ്, അമ്മ എൻ്റെ ഡെലിവറി എടുത്തു തരണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിനക്ക് വേദനയില്ലാത്ത പ്രസവമാണ് നിനക്ക് നടക്കാൻ പോകുന്നത് എന്നമ്മ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വേദനയില്ലാത്ത പ്രസവം. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ പെയിൻലെസ് ഡെലിവറിയോ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ട്, പക്ഷേ ഇതുവരെ ആരും ചെയ്തിട്ടില്ല, അങ്ങനെ അത് ഒത്തിരി കാലമായിട്ട് ഇവിടെ ഉണ്ട്, പക്ഷേ ഒരാൾ പോലും ആ ഡെലിവറി നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അല്ല അതിന് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യുവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഡെലിവറിക്ക് വേണ്ടി ബുക്ക് ചെയ്തു. അതിനുവേണ്ടി ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്യണം, അതിന് ഇന്ന ദിവസം വരണം എന്നൊക്കെ പറഞ്ഞു. ആ ടെസ്റ്റൊന്നും ചെയ്തില്ല. അതിന് മുൻപേ തന്നെ ചെക്കപ്പിനൊരു ദിവസം ചെന്നപ്പോൾ മാതാവ് അതുപോലെ ഒരു ദിവസം അവിടെ ചെക്കപ്പിന് ചെന്നപ്പോൾ എനിക്കവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ചെന്നപ്പോൾ ഇച്ചിരി ഉപ്പെടുത്ത് അവിടെ ഇടാനായിട്ടൊരു പ്രേരണ കിട്ടി. വിശ്വാസ പ്രമാണം ചൊല്ലി ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ ഉപ്പിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ചെക്കപ്പിന് ചെന്നപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് എൻ്റെ ഈ ബേബിയുടെ ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടി പോയത്, NST ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ കയറ്റിയിട്ട് അവർ പറഞ്ഞു, കൊച്ചിൻ്റെ കോഡ് ചുറ്റിയിരിക്കുകയാണ്, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യം കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി, അമ്മ പറഞ്ഞതാണല്ലോ പെയിൻലെസ് ഡെലിവറി ആണെന്ന്, പിന്നെ ഇതെങ്ങനെ ഓപ്പറേഷനായി എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് വന്നു. അപ്പോൾ അമ്മ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ലല്ല, ഇപ്പോൾ കോഡ് ചുറ്റിയിരിക്കുകയാണ്, നിങ്ങൾ അതിന് ഡെലിവറിക്ക് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് എമർജൻസി ആയി പോവും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും ചിന്തിച്ചില്ല, ഓപ്പറേഷന് ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ ആകെ ഒരു തിരക്കായിരുന്നു. അപ്പോൾ അവിടെയും മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങൾ ഡെലിവറിക്ക് വേണ്ടി കയറ്റിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്കൂളിൽ വിട്ടിരിക്കുകയാണ്, ഞങ്ങളെ സഹായിക്കാൻ അവിടെ ഒരാളുമില്ല, വീട്ടിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഡ്രൈവ് ചെയ്താണ് ചെക്കപ്പിന് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ വണ്ടി പുറത്ത് കിടക്കുന്നു, ഞങ്ങൾക്ക് അവിടെ സഹായിക്കാനായിട്ട് ഒരാൾ പോലും ഇല്ല. അപ്പോൾ മാതാവ് അവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഡോക്ടർ സീന എന്നെ വിളിച്ച് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് ഞാൻ മാതാവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കും, നിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എല്ലാം സുഖമായെന്ന് കേട്ടിട്ട് മാത്രമേ ഞാൻ ഈ തിരി ഊതുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഒറ്റ ധൈര്യത്തിലാണ് ഞാൻ ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ അവിടെ അങ്ങോട്ട് എന്നെ അങ്ങോട്ട് മാറ്റുന്നത്. അത്രയ്ക്കൊരു മാതാവ്. ഞാൻ അന്നേരം എൻ്റെ കണ്ണീന്ന് കണ്ണീര് പോയി. ഞാൻ കിടക്കുവാണ്, 2 വശത്തു കൂടെയും കണ്ണീരൊഴുവാണ്. അപ്പോൾ സിസ്റ്റർമാരെന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, നീ ധൈര്യപ്പെട്ടിരിക്കും, നീ നേഴ്സാണല്ലോ, ധൈര്യപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അതുകൊണ്ടല്ല കരഞ്ഞത്, എന്നെ അമ്മ ഇത്രത്തോളം സ്നേഹിക്കുന്നല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ കണ്ണീന്ന് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആളെ കൂടി തീരുമാനിച്ചതിന് ശേഷമാണ് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അമ്മ കയറ്റിയത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച, അമ്മ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യണം, അമ്മയും ഈശോയും കൂടി ചെയ്യണം, അതുപോലെ അമ്മ തന്നെ ഈ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹസ്ബൻഡ് അമ്മയുടെ ഉടമ്പടി തൈലം കുരിശ് വരച്ചാണ്, കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ കുരിശ് വരച്ചാണ് ഞങ്ങളുടെ കയ്യിലേക്ക് സ്വീകരിച്ചത്. അതുപോലെ ഞങ്ങൾ എപ്പം പുറത്ത് പോയാലും, ഈ കുഞ്ഞുങ്ങളുമൊത്ത് ഞങ്ങൾ പോയാലും, സ്കൂളിൽ പോയാലും, ഡ്യൂട്ടിക്ക് പോയാലും, വീട്ടിൽ നിന്ന് എപ്പോൾ പുറത്തിറങ്ങുന്നോ അപ്പോൾ ഞങ്ങൾ അമ്മയുടെ ഉടമ്പടി തൈലം നെറ്റിൽ കുരിശ് വരച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. അതിൻ്റെ ഒരു സംരക്ഷണവും സഹായവും എപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വാഹനത്തിനായാലും ഇതുവരെ ഒരു പോറൽ പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എത്രയേറെ പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയാലും അതിലെല്ലാം പിടിച്ചു നിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് ശക്തി തരുന്നത് ഈ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കളാണ്, പ്രത്യേകിച്ച് ഉടമ്പടി തൈലം. അത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും പുറത്തിറങ്ങുന്നത്. അതിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ഒന്നല്ല, സമയച്ചുരുക്കം പോലും ഞാനത് പറയുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും കൊച്ചിനൊരു ചെറിയ പനി പോലും വരാൻ അമ്മ അനുവദിച്ചില്ല. വളരെ കൃത്യമായിട്ട് മാതാവ് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു തന്നു. അതുപോലെ എന്നെ നോക്കാൻ വന്ന നേഴ്സുമാരെല്ലാം, ഞാൻ കാണുന്നത് ഒരു സിസ്റ്റർ വലിയ കൊന്തയിട്ടുകൊണ്ട് എന്നെ രാത്രിയിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് ഉള്ളിരുന്ന് പറയുവാണ്, കൃപാസനത്തിലെ ആളാണോ എന്ന് ചോദിക്കുമെന്ന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ സിസ്റ്റർ ഭയങ്കര തിരക്കിലാണ്, അപ്പോൾ അവിടെ സ്റ്റാഫും കുറവാണ്. അപ്പോൾ ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകില്ല എന്നോർത്ത് ഞാൻ മിണ്ടിയില്ല. അപ്പോൾ വീണ്ടും അമ്മ എന്നോട് പറയാണ്, ചോദിക്ക് കൃപാസനത്തിലെ ആളാണോ എന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ ധൈര്യപ്പെട്ട് തന്നെ ഞാൻ ചോദിച്ചു, കൃപാസനത്തിലെ ആളാണോ എന്ന് ചെറിയ ശബ്ദത്തിൽ ഞാൻ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ ഞെട്ടിയിട്ട് എന്നോട് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ലേ കൊന്ത ഇട്ടിരിക്കുന്നല്ലോ എന്ന്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ കൊന്തയൊന്നും ഇട്ടിട്ടില്ല, ചേച്ചിക്ക് തെറ്റിപ്പോയതാണ്, എവിടെയാണ് കൊന്താന്ന് ചോദിച്ചു. അപ്പം ഞാൻ കാണുന്നുണ്ട് വലിയ കുരുവുള്ള കൊന്ത സിസ്റ്റർ യൂണിഫോമിൻ്റെ പുറത്തുകൂടി ഇട്ടിരിക്കുവാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എന്നിട്ട് അകത്തേക്ക് വന്ന് എന്നെ കാണിച്ചു തന്നു ഇന്നറിനുള്ളിൽ കുത്തി വെച്ചിരിക്കുന്ന ഒരു ഉടമ്പടി കാശ് രൂപം.
ആ കാശ് രൂപമാണ് ആകെ ഉള്ളതുള്ളൂ. അവിടെ ഒരിക്കലും കൊന്തയൊന്നും അനുവദിക്കുകയില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇതാണ് എൻ്റെ ആകെ ഉള്ളത്. അതെങ്ങനെ മനസ്സിലായി, ഞാൻ കൃപാസനത്തിലാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് മുഴുവൻ ഈ കൃപാസനത്തിലെ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ മാതാവ് ഇടപെട്ട കാര്യങ്ങളുമാണ് ഞങ്ങൾ ഷെയർ ചെയ്തത്. അതുപോലെ ഞാനിപ്പോൾ എവിടെ പോയാലും ഒരു മുടി വെട്ടാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞ ദിവസം, അവിടെ സംഭവിച്ചതും ഇത് തന്നെ. ഞാൻ മാതാവിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എവിടെ ഒരു കടയിൽ ചെന്നാൽ അവർ പറയുന്നത് ഉടമ്പടിയെക്കുറിച്ചാണ്. അങ്ങനെ എവിടെ ചെന്നാലും മാതാവ് എനിക്ക് ഒത്തിരിയേറെ പേരെ തരുവാണ് മാതാവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ. അതുപോലെ എനിക്ക് വളരെ നാണമുള്ള ഒരാളാണ്, മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒക്കെ എനിക്ക് അവനിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്നൊരു സ്വഭാവമാണ്. പക്ഷേ മാതാവ് എനിക്ക് പറഞ്ഞു തന്നു, പ്രഭാഷകൻ 15:5 എന്ന വചനം എന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അത് തുറന്നു നോക്കിയപ്പോൾ സമൂഹമധ്യേ സംസാരിക്കാൻ കഴിവ് നൽകുന്നുവെന്ന്. ആ വചനം കിട്ടിയതിൽ പിന്നെ എനിക്ക് ആരോടും മാതാവിനെക്കുറിച്ച് പറയാൻ ഒരു ലജ്ജയുമില്ല. അവരെന്ത് ചിന്തിക്കുമെന്നോ അതോ നോൺ ക്രിസ്ത്യൻസോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. അവരോടെല്ലാം മാതാവിനെക്കുറിച്ച് പറയുവാനായിട്ട് മാതാവ് എനിക്ക് കൃപ തന്നു. അങ്ങനെ അതാണ് ഒരു കാര്യം. പിന്നെ കൊച്ചിൻ്റെ മാമോദിസ മാതാവിൻ്റെ ഒരു തിരുനാളിനായിരിക്കുമെന്ന് എന്നോട് മാതാവ് പറഞ്ഞു തന്നിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ വികാരി അച്ഛനോട് ചെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അതൊരിക്കലും സാധ്യതയില്ല, കാരണം അവിടെ ഒബ്ലിഗേഷൻ മാസ് ഉള്ള ദിവസം 4-5 കുർബാന ഉണ്ടായിരിക്കും, അപ്പോൾ ഭയങ്കര തിരക്കാണ്, ഒരിക്കലും നടക്കുകയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ സാരമില്ല എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടുത്തെ ബിഷപ്പിന് ഒഴിവുള്ളത് ഓഗസ്റ്റ് 15-നാണ്. അതുകൊണ്ട് ഓഗസ്റ്റ് 15-ന് ഈ കുഞ്ഞിൻ്റെ മാമോദിസ നടത്താം എന്ന് പറഞ്ഞ് ബിഷപ്പ് തന്നെ നടത്തുകയും മാതാവ് എത്രത്തോളം നല്ലതായിട്ട് അവിടെ ക്രമീകരിച്ചു തന്നെന്ന് ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ അപ്പം ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് വെള്ള ഉടുപ്പ് പിടിച്ച് പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ മാതാവിനെ ഒരുക്കി വെച്ചിരിക്കുന്നതാണ് കണ്ടത്. അത് കണ്ടതേ കരഞ്ഞുപോയി. പ്രേക്ഷിതപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ കാണുന്നോ അവരോട് മാതാവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് എൻ്റെ അനുഭവസാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ കുഞ്ഞുണ്ടായ കാര്യവും മാതാവ് എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളും എന്നെ വചനം പഠിപ്പിച്ചതും എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കും. മിക്കവാറും അവർ കരഞ്ഞുകൊണ്ടാണ് എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോകുന്നത്. സന്തോഷത്തോടെ കരഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ നോൺ ക്രിസ്ത്യൻസോ ഒന്നും അങ്ങനെയുള്ള പലരും എൻ്റെ കയ്യിൽ നിന്ന് ഈ കാശുരൂപം മേടിക്കുകയും ഒത്തിരി പേര് ഞാൻ മൂലം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അവർക്കൊക്കെ ഓരോ അനുഭവങ്ങൾ കിട്ടുകയും ചെയ്തു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരണം ഇവിടെ വന്ന് നിരാശരായി മടങ്ങിപ്പോകാൻ അനുവദിക്കരുതേ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമൊക്കെ അവിടെ അടിച്ചു വാരാൻ വരുന്നവർക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ആയപ്പം ഞങ്ങൾ വണ്ടി എടുത്തു പോകും. സാലറി കിട്ടിക്കഴിയുമ്പോൾ വഴി കാണുന്ന റോഡ് അടിച്ചു വാരുകയും അങ്ങനെയുള്ള ആളുകൾക്ക്, ബംഗാളികൾക്ക് അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാനുള്ള പൈസ കൊടുക്കുകയും ചെയ്തു. അതുപോലെ പല നാട്ടിലേക്ക് എൻ്റെ അമ്മ വഴിയായിട്ടും ഞങ്ങളങ്ങനെ സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഒരു മരിക്കാറായി കിടക്കുന്ന ഒരു രോഗിക്ക് എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുകയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അതിനൊന്നും എനിക്കൊരു മടിയും തോന്നുന്നില്ല. എൻ്റെ സാലറിയുടെ ഒരു ഇത്ര ശതമാനം ഞാൻ ചേട്ടായോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എനിക്ക് ആരെ കാണുമ്പോൾ എനിക്കിത് കൊടുക്കണം തോന്നോ അവർക്ക് കൊടുക്കാൻ വേണ്ടി ചില്ലറയായിട്ട് എനിക്ക് തരണം എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ എനിക്ക് ചില്ലറയായിട്ട് എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ആരെ കാണുന്നോ അവരെ കാണുമ്പോൾ ഞാൻ വണ്ടി നിർത്തി അവർക്ക് ആ പൈസ കൊടുത്തതിന് ശേഷമാണ് ഞാൻ മടങ്ങിപ്പോകാറുള്ളൂ. അതാണ് അടുത്ത കാര്യം. പിന്നെ അടുത്ത ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ യുദ്ധമൊക്കെ കൊണ്ട് ഞങ്ങൾക്കിങ്ങനെ വരാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയുടെ സാക്ഷ്യം ദൈവമഹത്വത്തിനായിട്ട് അനേകരുടെ മുന്നിൽ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അമ്മ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു തടസ്സവും കൂടാതെ നാട്ടിൽ വരാനും ഞങ്ങൾക്കിവിടെ കൃപാസനത്തിൽ ഇന്നലെ ഇവിടെ വരാനും ഉടമ്പടി പുതുക്കാനും അമ്മ അവസരം തന്നു. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഒത്തിരി തിരക്കുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ രൂപം വഹിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാരമില്ല, ഒത്തിരി പേരുള്ളതുകൊണ്ട് എനിക്ക് തിരിയാണെങ്കിലും തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ടോക്കണൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് ലാസ്റ്റ് നിന്ന് എന്നെ ആ ചേച്ചി വിളിക്കുകയും എനിക്ക് ഒരു ടോക്കൺ തന്നു. ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ മാതാവ് എന്നെഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് പിന്നെ ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര സന്തോഷമായി. മാതാവിനെ വഹിച്ചുകൊണ്ട് അവിടുന്ന് ഇവിടം വരെ പ്രദക്ഷിണം നടത്തുവാനായിട്ട് അമ്മ എന്നെ സഹായിച്ചു. അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എപ്പോൾ പ്രാർത്ഥിച്ചാലും എന്തൊരാവശ്യത്തിന് പ്രാർത്ഥിച്ചാലും അതിന് മുൻപേ തന്നെ അമ്മ അത് ചെയ്തു തരുന്ന ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഞങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് ഞങ്ങൾ ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെ കൂരിരുട്ട ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട്
റിൻസി ജോസഫ് കണ്ണൂർ തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള ജീവിതവും ഉടമ്പടിയിൽ എപ്രകാരമായിരിക്കണം എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഈ മകളെ അൽത്താരക്ക് മുമ്പിൽ സാക്ഷിയായിട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നത്. തനിക്ക് IELTS പാസ്സാകുവാനും അതിനെ തുടർന്ന് തങ്ങളുടെ ജീവിതത്തിലെ വലിയ അനുഗ്രഹമായ 4ാമതൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും പരിശുദ്ധ മാതാവ് ചെയ്തു. അതിനു മുമ്പാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുമെങ്കിലും ടോക്കുകളിലൊക്കെ പറയുന്നത് പോലെ വലിയൊരു ദുരന്തമുണ്ടാകാൻ പറയുന്നത് പോലെ തനിക്ക് 4ാമത് കൺസീവായത് അബോർഷനായിട്ട് പോവുകയും തുടർന്ന് സങ്കടങ്ങളുടെ കടന്നു പോകുമ്പോഴും ഉടമ്പടിയിൽ നിന്നൊക്കെ മാറുമ്പോൾ ഒരു സ്ത്രീയിലൂടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പൂർണ്ണമായിട്ടും തിരിച്ച് തൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് പരിശുദ്ധ അമ്മ ഈ മകളെ ഒരുക്കുകയായിരുന്നു. എന്നാൽ ആ ഒരുക്കത്തോടും പ്രാർത്ഥന കൂടെ പോകുമ്പോൾ ഇവിടെ നിയോഗത്തിൽ 4ാമതൊരു കുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം പരിശുദ്ധ അമ്മ അത് സാധിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് 4ാമതൊരു കുഞ്ഞിനെ പരിശുദ്ധ അമ്മ നൽകി അനുഗ്രഹിക്കുകയും ആ മകൻ മിഖായേൽ മറിയമെന്ന പേര് നൽകുകയും അതിനെ തുടർന്നാണെങ്കിലും മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണയിലാണ് പോയിക്കൊണ്ടിരുന്നത്. എവിടെയെല്ലാം ചെന്നിരുന്നുവോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും തനിക്ക് വേണ്ടി ആ ഒരു പ്രസവ സമയത്താണെങ്കിൽ പോലും തനിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ആളെ വെച്ച് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള വിശ്വാസത്തിലേക്ക് ഈ കുടുംബത്തിന് വളർന്നു വരുവാനായിട്ടൊക്കെ സാധിക്കുക ചെയ്തത് പൂർണ്ണമായിട്ടും ഉടമ്പടിയോട് ആശ്രയിച്ചുള്ള ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇവർ അൾത്താരയ്ക്ക് മുമ്പിൽ ആയിരിക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ഇവിടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനി ഇവരെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ ഉയർത്തട്ടെ എന്നും ഒപ്പം ഈ അൾത്താരയ്ക്ക് മുമ്പിലായിരിക്കുന്ന നമ്മുടെ എല്ലാവിധമായ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയോട് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയെ പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുവാൻ ഞാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ആൻ ക്രിസ്റ്റ, ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ തിരുവനന്തപുരം പുത്തൻതോപ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2024 ഓഗസ്റ്റ് 23-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാൻ കാരണമായതെന്ന് പറയുമ്പോൾ ഞാൻ ACCA പ്രൊഫഷൻ പഠിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ എക്സാമിന് മുമ്പായിട്ട് എനിക്ക് എന്നിലൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അത്ര എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ 2020 മുതൽ ഉടമ്പടിയിലുള്ള ആളാണ്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കുക, നീ എന്തായാലും എക്സാം പാസ്സാകുമെന്ന്. അത് ഞാൻ 23-ാം തീയതി ഓഗസ്റ്റ് 2024 വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ ഞാൻ ആദ്യമായി എഴുതുന്ന പേപ്പർ SBL ആയിരുന്നു. അത് ഒരു തിയറി പേപ്പറാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് പറയുമായിരുന്നു, പരീക്ഷ എഴുതാൻ അവർക്ക് സമയം കിട്ടാറില്ല, പരീക്ഷ എഴുതാൻ ടൈം കിട്ടാത്ത കാരണം ഞാൻ എക്സാം ഫെയിലായി എന്നൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പരീക്ഷ എഴുതി കഴിയുമോ എന്നുള്ള ഭയങ്കരമായൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, അമ്മ ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മയാണ്, അമ്മ വന്ന് എക്സാം എഴുതി തന്നാൽ ഞാൻ ഉറപ്പായും പാസ്സാവും. അതിൻ്റെ ഫലമായി ഞാൻ എക്സാം എഴുതിയപ്പോൾ 45 മിനിറ്റ്സ് മുമ്പ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അത് ശരിക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇനിയും 45 മിനിറ്റ്സ് റിമൈനിങ് ആയിട്ടുണ്ട്. ഞാൻ നോക്കി, ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും എഴുതാതെ വിട്ടുപോയോ എന്ന് ഞാൻ നോക്കി. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 45 മിനിറ്റ്സ് മുമ്പ് എന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് എൻ്റെ അമ്മ മാതാവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഇത്രയും നേരത്തെ എക്സാം എഴുതി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർ പറയും, എന്നാൽ പിന്നെ നീ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, നീ എക്സാം തോക്കുമായിരിക്കും എന്ന് പറയും. പക്ഷെ അമ്മ മാതാവ് നല്ല മാർക്ക് നൽകി എന്നെ എക്സാം പാസ്സാക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള എക്സാംസ് എഴുതുന്ന സമയത്ത് ഞാൻ ഉടമ്പടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെ ഒരു ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് സ്റ്റഡി ലീവായിട്ട് ഒരാഴ്ച മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഒരു പേപ്പറിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ തന്നെ 1-2 മാസം കൊണ്ട് പഠിച്ചാൽ മാത്രം തീരുന്ന സിലബസാണ്. അപ്പോൾ ഞാൻ ലീവിന് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഓഫീസിലുള്ളവരെന്നോട് ചോദിക്കും, ഈ ഒരാഴ്ച കൊണ്ട് നീ എന്ത് പഠിച്ച് എക്സാം എഴുതാനാണ്, നീ ജയിക്കില്ലല്ലോ എന്ന് പറയും. ഞാൻ പറയും, ഞാൻ ജയിക്കും, എനിക്ക് ദൈവമുണ്ട് കൂടെ എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരാഴ്ച മാത്രം പഠിച്ചതിനെ കൊണ്ട് പറ്റുന്നത് പഠിച്ചിട്ട് ഞാൻ ഉടമ്പടി തൈലവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയിട്ടാണ് ഞാൻ എക്സാം ഹാളിലോട്ട് കയറുന്നത്. എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടാവും, ഉടമ്പടി ഉപ്പുണ്ടാവും. ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പ്, എൻ്റെ കമ്പ്യൂട്ടർ, കീബോർഡ്, മൗസ്, എന്നിട്ട് എൻ്റെ ചെയറിൻ്റെ അടുത്ത് വിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട്, മാതാവേ നീ തന്നെ എൻ്റെ എക്സാം എഴുതി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എക്സാം തുടങ്ങും.
എനിക്ക് വലിയ എളുപ്പമായിരിക്കില്ല എക്സാംസ്, കാരണം ഒരാഴ്ച പഠിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാസ്സാവാൻ പറ്റുന്ന എക്സാം അല്ല. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ ഞാൻ പറയും പാടായിരുന്നു, അറിയില്ല. അപ്പോൾ അമ്മ എന്നോട് പറയും മാതാവില്ലേ, മാതാവ് ഇതിനെ പാസ്സാക്കി തരും, നീ വിശ്വസിക്കാതെ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ എക്സാം എഴുതി കഴിയുമ്പോൾ ടൈം കഴിയുമ്പോൾ ഞാൻ പറയും അമ്മ മാതാവേ എനിക്ക് ഇത്രേ പറ്റുള്ളൂ, ബാക്കി ഇനി ഞാൻ നിൻ്റെ വഴിയിലത് തരുവാണ്, നീ തന്നെ കറക്റ്റ് ചെയ്ത് നീ തന്നെ എന്നെ പാസ്സാക്കി തരണമെന്ന് പറയും. അതിൻ്റെ ഫലമായി എല്ലാ പേപ്പറും നല്ല മാർക്കോടെ മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. ഇന്നലെ ആയിരുന്നു എൻ്റെ റിസൾട്ട്. ഇന്നൊരു ACC അഫിലിയേറ്റായി മാതാവിൻ്റെ തിരുമുൻപിൽ നിൽക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഞാൻ ഉറച്ചു പറയുന്നു. പിന്നെ അടുത്തതായി ഞാനൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓഡിറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യാനായിരുന്നു താല്പര്യം. പക്ഷേ എനിക്കൊന്നും തന്നെ കിട്ടാത്തത് കൊണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് കാണുന്നതിനൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്കതൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഉടമ്പടിയിലാണ്. അപ്പോൾ എനിക്ക് വിഷമവുമായിരുന്നു. ഞാൻ മാതാവിനോട് ചോദിക്കും എന്തുകൊണ്ട് എനിക്ക് തന്നില്ല. പക്ഷേ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓഡിറ്റിൽ തന്നെ ബിഗ് 4 ടോപ്പ് 4 ആയിട്ടുള്ളൊരു കമ്പനി EYയിൽ എനിക്ക് അമ്മ മാതാവ് ജോലി തന്ന് അനുഗ്രഹിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ബാക്കി ജോലി മാതാവ് എനിക്ക് തരാതിരുന്നത്. കാരണം അതിനേക്കാൾ വലുത് മാതാവ് എനിക്ക് കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു. അപ്പോൾ തണുപ്പടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ചെവിവേദന, തൊണ്ടവേദന ഒക്കെ വരും. തണുത്ത ഒന്നും കഴിക്കാൻ പറ്റില്ല. തണുത്ത വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് വയ്യാണ്ടാവും. പക്ഷേ ഇത് ഞാൻ ഉടമ്പടി നിയോഗത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു. ജോസഫ് അച്ഛൻ എപ്പോഴും പറയും 6ാമത്തെ നിയോഗം നിങ്ങൾ ദൈവത്തിനും ഈശോയ്ക്കായിട്ട് കൊടുക്കണമെന്ന് പറയും. ഞാൻ 6ാമത്തെ നിയോഗമൊന്നും എഴുതാറില്ല. മാതാവ് 6ാമത്തെ നിയോഗം എൻ്റെ സൈനസൈറ്റിസാണ് കൺസിഡർ ചെയ്തത്. എനിക്കെൻ്റെ സൈനസൈറ്റിസ് മാതാവ് പൂർണ്ണമായും സുഖപ്പെടുത്തി തന്നു. ഞാൻ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെന്തായാലും പൂർണ്ണമായി സൗഖ്യപ്പെടാൻ പോകുന്നില്ല. പിന്നെ ഉള്ള വഴി എന്തെന്ന് പറഞ്ഞാൽ പെയിൻ വരുവാണെങ്കിൽ നീ പെയിൻ കില്ലർ എടുത്തോ എന്ന് പറയും. പക്ഷേ എൻ്റെ മാതാവിൻ്റെ പൂർണ്ണമായ അസുഖം സുഖപ്പെടുത്തി. ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ തണുത്ത ഐസ്ക്രീം കുടിച്ചാലും വെള്ളം കുടിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും തന്നെ ഇല്ല. മാതാവ് എന്നെ പൂർണ്ണമായി സുഖപ്പെടുത്തി. പിന്നെ ആത്മീയമായി പ്രാർത്ഥനയിൽ കുറേ വളരുവാൻ എനിക്ക് സാധിച്ചു. കുടുംബ പ്രാർത്ഥന ചെല്ലാനും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചെല്ലാനും എല്ലാം ദൈവത്തോടും മാതാവിനോടും കുറച്ച് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ഉടമ്പടി എന്നെ സഹായിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് അനാഥാലയങ്ങളിൽ പോയി അവരെ സാമ്പത്തികമായി സഹായിക്കും, അവർക്ക് ഡ്രസ്സൊക്കെ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ എൻ്റെ വീടിനടുത്തൊരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. ഞാനും അമ്മയും കൂടി ആയിട്ട് അവിടെ പോയി അവരുടെ കൂടെ സമയങ്ങൾ ചെലവഴിച്ച് അവരുടെ സങ്കടങ്ങളും എല്ലാം കേട്ട് അവരെ സമാധാനിപ്പിച്ച് അവിടെയും സാമ്പത്തികമായി എന്നാൽ കഴിയുന്നത് ഞാൻ സഹായിക്കും. അവിടെ ചെല്ലുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്ക് എൻ്റെ എക്സാം ആയതുകൊണ്ട് എനിക്ക് വേണ്ടി അവരെല്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ഫലമായി അമ്മ മാതാവ് എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ നൽകി എന്നെ ഈ തിരുവൽത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി ഉയർത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ. ഞാൻ ഉടമ്പടി എടുത്തത് 2020 ഫെബ്രുവരി 21 അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കുടുംബത്തിന് അമ്മ വഴി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എന്നിലൂടെ എൻ്റെ 2 മക്കളും ഉടമ്പടി എടുത്തു. ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ടു. അതിലെനിക്ക് സന്തോഷമുണ്ട്. അമ്മയാണ് ഈ കൃപ ഞങ്ങൾക്ക് നൽകിയത്. മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിത പങ്കാളിക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ വഴി തന്നു. കൂടുതലും മക്കൾക്കാണ് കിട്ടിയത്. അപ്പോൾ 2 മക്കൾ ഇവിടെ ഇല്ല. അവർക്ക് കിട്ടിയ അനുഗ്രഹം അവർ വരുമ്പോൾ പറയുന്നതാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ആലയത്തിൽ മാസം തോറും ഞങ്ങൾ പോകാറുണ്ട്. പോയി അവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യും. 1-2 മണിക്കൂർ അവരുമായി ചെലവഴിക്കും. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് സംസാരിക്കും. അപ്പോൾ അവർക്ക് നല്ല സന്തോഷമായിരിക്കും. ഞാൻ ജപമാല ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ജപമാല ഉണ്ടാക്കി ഒരു 10-60ഓളം ജപമാല അവർക്ക് കൊണ്ട് കഴുത്തിലിട്ട് കൊടുക്കുമായിരുന്നു. അവർക്ക് അത് എപ്പോഴും അതൊരു സന്തോഷമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ആ ജപമാല കാണിച്ചുകൊണ്ട് പറയും ചേച്ചി ഇട്ട് തന്ന ജപമാലയാണ്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ വസ്ത്രം കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് സ്വീറ്റ്സ് കൊടുക്കാറുണ്ട് മക്കളുടെ ജന്മദിനത്തിൽ. പിന്നെ എൻ്റെ അമ്മയുടെ ചരമവാർഷികത്തിന് അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. ആത്മീയമായി കൂടുതൽ വളരാനായിട്ട് സാധിച്ചത് ഒരുപാട് ക്ഷമിക്കാൻ എനിക്ക് അനുഗ്രഹം കിട്ടി ഈ ഉടമ്പടിയിലൂടെ. പിന്നെ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാൻ അനുഗ്രഹം കിട്ടി.
എല്ലാ അനുഗ്രഹവും കൃപാസന മാതാവ് വഴിയാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി ഞങ്ങളെ ഒരുക്കിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ആൻ ക്രിസ്റ്റയും തൻ്റെ അമ്മ ലിറ്റിൽ ഫ്ലവറും ഇവിടെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ആൻ ക്രിസ്റ്റയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കൊണ്ട് സാധിക്കുക, തനിക്ക് എക്സാമിന് ഉണ്ടായിരുന്നുള്ളൊരു കോൺഫിഡൻസ് കുറവും അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ആകുലതയൊക്കെ വളരെ കൂടുതലായിരുന്നു. കാരണം എക്സാം സമയത്ത് എഴുതി തീർക്കാൻ പറ്റുമെന്നുള്ളതും ചുറ്റുമുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ ടെൻഷനിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി വസ്തുക്കളോടും ഉടമ്പടി തൈലോടും നേർച്ച വസ്തുക്കളോടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ധൈര്യം തന്നെ തനിക്ക് എല്ലാ കാര്യങ്ങളാണെങ്കിലും 45 മിനിറ്റ് മുമ്പേ അത് തീർക്കുവാനും റിവൈസ് ചെയ്ത് ഒന്നുകൂടെ പരിശോധിക്കുവാനുള്ള ഒരു വലിയ കൃപ പരിശുദ്ധ അമ്മയിലൂടെ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മകളുടെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് സാധിക്കുന്നുണ്ട്, ഈ വിജയമൊക്കെ എനിക്ക് ലഭിക്കുക എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അവിടുത്തെ കൃപയിലാണെന്നുള്ള ഒരു വലിയ തിരിച്ചറിവും ബോധ്യം തന്നെയാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം ലഭിക്കുകയൊക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ താൻ ആഗ്രഹിച്ച പോലെ തന്നെ ഓഡിറ്റ് ഫീൽഡിൽ തന്നെ ജോലി കിട്ടണമെന്നുള്ളത് പരിശുദ്ധ അമ്മയിലൂടെ തന്നെ MNC കമ്പനിയിൽ തനിക്കത് ജോലി ലഭിക്കുകയൊക്കെ ചെയ്ത പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലും സംരക്ഷണവും ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മകളുടെ അമ്മയുടെ ലിറ്റിൽ ഫ്ലവർ എന്ന അമ്മയുടെ സാക്ഷ്യമാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള പൂർണ്ണമായൊരു ജീവിതം തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ ആത്മീയമായ വളർച്ചയിൽ മാറ്റമുണ്ടായതും ക്ഷമിക്കുവാനൊക്കെ സാധിക്കുകയും ചെയ്തതും അതോടൊപ്പം തന്നെ തന്നിലൂടെ തൻ്റെ മക്കൾക്ക് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് സാഹചര്യമൊക്കെ ഉണ്ടാക്കിയതും അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോട് ചേർന്നുള്ള ഉടമ്പടി പ്രാർത്ഥന തന്നെയാണ്. ഇനി മുമ്പോട്ടുള്ള ഇവരുടെ ജീവിതത്തിൽ ഇവരിലൂടെയും ഇവരുടെ കുടുംബത്തിലൂടെയും ഇനിയും പരിശുദ്ധ അമ്മയെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും സാക്ഷ്യങ്ങൾ പറയാൻ ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് പരിശുദ്ധ അമ്മ അൾത്താരയിൽ ഉയർത്തട്ടെ. പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി അയോഗ്യയായി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രതിഭ ജെയിംസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ മേലടൂർ ഇൻഫൻറ്റ് ജീസസ് ചർച്ച് ഇടവകാംഗമാണ്. കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് ഞാൻ OET പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന കുട്ടിയാണ് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്നത്. അതിനു മുന്നേ എനിക്ക് അറിയാമെങ്കിലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും തോന്നിയില്ല. ഇവിടുത്തെ തിരക്കും ബഹളമൊക്കെ കണ്ട് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചു പോകുക ചെയ്തത്. പിന്നീട് ഞാൻ OET പഠിക്കുന്ന സമയത്താണ് ആ കുട്ടികളിൽ നിന്ന് കൂടുതൽ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഉടമ്പടി എടുക്കുന്നതും എല്ലാം ആ കുട്ടി വ്യക്തമായി പറഞ്ഞു തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹം വന്നത് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. OET ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ആദ്യത്തെ 2 തവണ ഞാൻ ഫെയിലായി. പിന്നെ 3-ാമത്തെ തവണ ഇവിടെ വന്ന് ഹോൾ ടിക്കറ്റൊക്കെ അച്ഛനെ കാണിച്ച് അനുഗ്രഹം വാങ്ങിച്ച് അങ്ങനെയാണ് ഞാൻ പാസ്സായത്. എൻ്റെ കഴിവ് കൊണ്ടല്ല, അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും പ്രത്യേക അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് പാസ്സാവാൻ പറ്റിയത്. ഞാനൊരു GNM നേഴ്സാണ്. ഞാൻ പാസ് ഔട്ടായത് 2005 അതിനുശേഷം ഞാൻ ഒത്തിരി തവണ പുറത്തേക്ക് പോകാനൊക്കെ ശ്രമിച്ചിട്ട് എനിക്ക് ഒന്നിനും പറ്റിയിട്ടില്ല. എല്ലാ തടസ്സങ്ങളായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആയിരുന്ന സമയത്താണ് എനിക്ക് OET പാസ്സായി. അതിനുശേഷം എനിക്ക് ഒരു തടസ്സങ്ങളുണ്ടായില്ല. എനിക്ക് ഒത്തിരി ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പെട്ടെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് UK ഒരു തടസ്സവും കൂടാതെ പോകാൻ പറ്റിയത് ഈശോയുടെ അമ്മയുടെയും പ്രത്യേക അനുഗ്രഹം കൊണ്ടാണ്, എൻ്റെ കഴിവ് കൊണ്ടല്ല. അതും ഒരു നല്ല ഒരു സ്ഥലത്ത്, നല്ല കംഫർട്ടബിളായിട്ട് ഒരു സ്ഥലത്ത് അമ്മ എനിക്ക് സെലക്ട് ചെയ്ത് തന്നു. അവിടെ ഞങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് എനിക്ക് 3 കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും അവിടെ ഉണ്ട്. ഹസ്ബൻഡും അവിടെ ജോലി കിട്ടി. അങ്ങനെ അമ്മ ഞങ്ങളുടെ ലൈഫ് സെറ്റിലാക്കി.
അടുത്തതായിട്ട് ഒരു രോഗസൗഖ്യത്തെ പറ്റിയാണ് പറയാനുള്ളത്. എനിക്ക് സൺലൈറ്റിൻ്റെ അലർജി ഇവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. കൈയെല്ലാം ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു വെയിൽ കൊണ്ടാൽ. അവിടെ ചെന്നപ്പോൾ എനിക്ക് കണ്ണിനായി ചൊറിച്ചിൽ, വെയിലത്തിറങ്ങിക്കഴിഞ്ഞാൽ കണ്ണിന് ചൊറിച്ചിൽ. അങ്ങനെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. പക്ഷേ അതെനിക്കൊരു നാണക്കേടുമായിരുന്നു. അപ്പം ഒരു തവണ ഞാനിങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ ഒത്തിരി ശ്രദ്ധിക്കുന്നൊന്നുമില്ല, എന്നാലും എന്തൊക്കെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് കേൾക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ എൻ്റെ കാര്യം തന്നെ ഇങ്ങനെ എടുത്തു പറയുന്നു. കണ്ണിന് ചൊറിച്ചിലുള്ള ഒരു വ്യക്തിയെ അമ്മ മാതാവ് സുഖപ്പെടുത്തുന്നു, ഈശോ സുഖപ്പെടുത്തുന്നു. കൂളിംഗ് ഗ്ലാസ് വെക്കാതെ പുറത്തിറങ്ങി നടക്കാൻ വയ്യ, പക്ഷേ വെക്കാനോട്ട് ഇഷ്ടമില്ല താനും, ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഞാനിപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കാതെ എനിക്കൊരു ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല. ഞാൻ വെയിൽ കൊണ്ട് നടക്കുന്നു, ഒരു കുഴപ്പവുമില്ല എനിക്ക്. അമ്മ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നീട് UK ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈശോയും അമ്മയും എന്നെ പാസ്സാക്കി. അതൊരു വലിയ അത്ഭുതമാണ്. അവിടെ ഉള്ളവർക്കറിയാം ലൈസൻസ് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ പോലെയല്ല, 45 മിനിറ്റ് അവർ ഡ്രൈവ് ചെയ്ത് കാണിക്കണം. ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും ഞാൻ ഇൻസ്ട്രക്ടറുടെ കൂടെ കുറച്ചേ പോയിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ ഒരു പഴയ കാറൊക്കെ എടുത്ത് അങ്ങനെ പഠിക്കുമായിരുന്നു. പക്ഷേ പോകുന്നതിൻ്റെ തലേ ദിവസം ആ കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഞങ്ങൾക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്. ആ വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. അത് ഒരു നീല നിറം, അമ്മ മാതാവിൻ്റെ നീല അങ്കിയുടെ നിറമായിരുന്നു. അതിൽ നീല കൊന്തയും മാതാവിൻ്റെ കാശുരൂപവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വണ്ടിയും കൊണ്ട് പോയി. എനിക്ക് ഒട്ടും ഓടിക്കാനുള്ള കഴിവ് അങ്ങനെയൊന്നുമില്ല. അമ്മ കൂടെ ഉണ്ടല്ലോ, അമ്മ തന്നെ ഓടിച്ചോണം, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നത്. പ്രത്യേകമായിട്ട് ഞാൻ തൈലം കൊണ്ട് കുരിശ് വരച്ചു, ഉപ്പൊക്കെ വിതറി വണ്ടിയിൽ അങ്ങനെ പ്രാർത്ഥിച്ച് പോയി. ടെസ്റ്റ് ഒരു ടെൻഷനും ഇല്ലാതെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഒരു മൈനർ മിസ്റ്റേക്ക് പോലും ഇല്ലായിരുന്നു എനിക്ക്. അതൊരു വലിയ അത്ഭുതമാണ്. അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നീട് UK ഒരു വീട് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിനായിട്ട് ഞങ്ങൾ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. സാക്ഷ്യങ്ങളിൽ കേൾക്കുന്നത് പോലെ എല്ലാവർക്കും അമ്മ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ടല്ലോ, അമ്മ എനിക്ക് ഒരു വീട് തരണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങളൊരു വീട് വ്യൂ കിട്ടി പോയി കണ്ടു. അത് ഇഷ്ടപ്പെട്ടു. അത്രയും നാൾ കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ വീട്. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. അത് ഞങ്ങൾക്ക് അഫോർഡബിൾ ആണോ എന്നൊരു ഡൗട്ടൊക്കെ തോന്നി. അങ്ങനെ കുറച്ച് സംശയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ നീലത്തിരിയിൽ മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ നീലത്തിരിയിൽ അമ്മ ആ വീടിൻ്റെ നമ്പർ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾക്കത് കൺഫേം ചെയ്യാൻ പറ്റി. അപ്പോൾ ആ വീടിൻ്റെ പേപ്പർ വർക്കെല്ലാം ഫിനിഷായി. ഈശോയുടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇനി ആ വീട് നമ്മൾക്ക് കൺഫേം ആയിട്ടുണ്ട്. ഈശോയ്ക്ക് മാതാവിന് പ്രത്യേകം നന്ദി. 15 വീടിൻ്റെ നമ്പർ. ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒരു വചനം എനിക്ക് പറയാനുള്ളത് പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ ചക്ക് നിറച്ചു. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പ്രത്യേകം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വചനമാണ്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ക്യാൻസർ വാർഡിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. എൻ്റെ പേഷ്യൻസിനെ പ്രത്യേകമായിട്ട് എൻ്റെ പേരൻസിനെ ശുശ്രൂഷിക്കുന്ന പോലെയാണ് ഞാൻ ചെയ്യുക. അതുപോലെ എൻ്റെ പേഷ്യൻസ് അല്ലെങ്കിലും എല്ലാ കോൾസും ഞാൻ പ്രത്യേകം അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ഡയാലിസിസ് പേഷ്യൻസിനൊക്കെ ധനസഹായം ചെയ്യാറുണ്ട്. പിന്നെ ആര് സഹായം ചോദിച്ചാലും അത് നിരസിക്കാറില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കാറുണ്ട്. അതും അവിടെ UK ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസിന്, രോഗികൾക്ക് പ്രത്യേകം ഇംഗ്ലീഷ് പത്രം കൊണ്ടുപോയി അവർക്ക് കൊടുക്കാറുണ്ട്.
പ്രത്യേകം ഇവിടുത്തെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞ്, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പറഞ്ഞ് അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് ആത്മീയ ജീവിതത്തിൽ വന്ന വളർച്ചയെന്ന് പറഞ്ഞാൽ, ഞാൻ ജപമാല സ്ഥിരമായിട്ടൊന്നും ചൊല്ലില്ലായിരുന്നു. കുടുംബ പ്രാർത്ഥനയിൽ മാത്രമാണ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് യാത്രയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ തന്നെ ജപമാല ചൊല്ലാനും, പിന്നെ അഖണ്ഡ ജപമാല എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അച്ഛനിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ട് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത് അഖണ്ഡ ജപമാല ചൊല്ലാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്മ എന്നെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് എനിക്ക് നന്ദി പറയുന്നു. ബൈബിൾ വായന കുറച്ച് മടുപ്പായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പം ഓരോ വചനവും എനിക്ക് പ്രത്യേകം മനസ്സിലാക്കി തരുന്നുണ്ട് ഈശോയും അമ്മയും. പ്രത്യേകം നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ കൂടുന്നുണ്ട്. അത് സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. അത് ആവശ്യമെന്ന് തോന്നുന്നു അതൊക്കെ പ്രത്യേകം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ കുർബാനയും കുർബാന പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അവരുടെ കുർബാനയ്ക്ക് പങ്കെടുക്കാറുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വചനമാണ്. പഴയ നിയമത്തിൽ മോശ ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ ജനതയുടെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. ഇന്നും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം ആ ദൈവ സാന്നിധ്യം തന്നെയാണ്. ഉടമ്പടിയിൽ ദൈവ സാന്നിധ്യമാണ് നമുക്ക് ഉറപ്പായിട്ടുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. കാനായിലെ വിവാഹ വിരുന്നിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയത് പരിശുദ്ധ അമ്മയാണ്. ഇന്നും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, പ്രത്യേകിച്ചും കുടുംബ പ്രശ്നങ്ങൾ, ജോലിയില്ലായ്മയും വീടില്ലായ്മയും കടബാധ്യതകളും രോഗാവസ്ഥയും എല്ലാം പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്. ആ അമ്മ തന്നെയാണ് ഇന്നും നമ്മുടെ എല്ലാ കാര്യങ്ങളും, എല്ലാ കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. കാരണം നമ്മൾ ഉടമ്പടിയിലാണ്. ദൈവം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജനതയാണ് ഇന്ന് ഉടമ്പടി മക്കൾ. ആ ശ്രേഷ്ഠത മനസ്സിലാക്കി ആ സാന്നിധ്യം അടുത്തറിഞ്ഞ ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പ്രതിഭ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ OIT പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരിൽ നിന്നാണ് കൃപാസനത്തെപ്പറ്റി അറിയുകയും പിന്നീട് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും ചെയ്തത്. OIT എക്സാമിന് മുമ്പ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ഹോൾ ടിക്കറ്റുമായി മകൾ വന്നപ്പോൾ അച്ഛനെ ബ്ലെസ് ചെയ്ത് മകളെ വിട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ OIT എക്സാം പാസ്സാകാൻ സാധിച്ചത്. പിന്നീട് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അതുതന്നെയാണ്, ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഞാൻ ഈ OIT എക്സാം പാസ്സായത്, ദൈവത്തിൻ്റെ കൃപയാൽ എന്നാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഈ മകളെ അനുഗ്രഹിച്ചതിനാലും അമ്മയുടെ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായിട്ടുമാണ് ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഇന്ന് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചത്. അതുതന്നെയുമല്ല, GNF എക്സാം പാസ്സായി നഴ്സിംഗ് പഠിച്ചു. പിന്നീട് ലൈഫിലൊരു സെറ്റിൽമെൻറ്റ് ആവശ്യമാണ്. അങ്ങനെ UK പോവുകയും നല്ലൊരു ജോലി, നഴ്സായിട്ട് തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഈ മകൾക്കുണ്ടായിരുന്ന ഒരു രോഗസൗഖ്യമാണ്. അതായത് സൺലൈറ്റിൽ, സൂര്യപ്രകാശത്തിൽ കൂടുതൽ പ്രകാശം ശരീരത്തടിക്കുമ്പോൾ അത് വലിയൊരു അലർജിയായിട്ട് മാറുകയാണ്. എപ്പോഴും സൺഗ്ലാസ് യൂസ് ചെയ്യണം. അങ്ങനെയാണ് ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറഞ്ഞപ്പോൾ ഈ മകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ് അത് ഞാൻ തന്നെയാണെന്ന്. അങ്ങനെ അച്ഛൻ്റെ ധ്യാന സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരു മകൾക്ക് രോഗസൗഖ്യം ലഭിക്കുക, അതായത് സൺലൈറ്റിൻ്റെ അലർജിയുണ്ട്. ആ അലർജിയിൽ ഈ മകളിൽ അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛൻ ഈ മകളെപ്പറ്റി പറയുകയാണ്, സൺലൈറ്റ് അലർജി കാരണം ഗ്ലാസ് വയ്ക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ഒരു മകളെ ഈശോയും അമ്മയും സുഖപ്പെടുത്തുന്നതായിട്ടാണ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഈ മകൾക്ക് ഗ്ലാസ് വയ്ക്കാനായിട്ട് ഇഷ്ടമില്ല.
അങ്ങനെ ആ ദിവസം ആ ധ്യാനത്തിൻ്റെ സമയത്ത് തന്നെ ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാണ്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, പക്ഷേങ്കിൽ അതൊന്നും പ്രയോജനമുണ്ടായിരുന്നില്ല, ഫലമുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഉടമ്പടിയിൽ ധ്യാന സമയത്ത് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്, അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. പിന്നീട് 3 കുട്ടികളുമായിട്ട് UK ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈ മകൾ പറഞ്ഞതുപോലെ UK ഒരു വീട് വേണം, അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഈശോയോടും അമ്മയോടും കൂടുതൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മെഴുകുതിരിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഈ മകൾ, നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കുന്നില്ല, പക്ഷേ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് 15 എന്ന നമ്പർ കാണിക്കുകയും ഈ മകൾ ആ വീട് കണ്ടപ്പോൾ മകളുടെ വിചാരിച്ചു അത് ഇഷ്ടപ്പെട്ടു, പക്ഷേങ്കിൽ നമുക്കതിൻ്റെ അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹൗസാണ്, അത് മേടിക്കാൻ സാധിക്കുവാണോ, എഫോർഡബിൾ ആണോ ഇല്ലയോ ഒന്ന് വിചാരിച്ച് അമ്മയോടും ഈശോയോടും പ്രാർത്ഥിക്കുകയാണ്. അതും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതാണ് മെഴുകുതിരിയിൽ 15 എന്ന നമ്പർ. ആ ഹൗസിൻ്റെ നമ്പരും 15 തന്നെയായിരുന്നു. അങ്ങനെ ആ ഹൗസ് വാങ്ങിക്കാൻ സാധിക്കുകയും അത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതും ഈ മകൾ പറഞ്ഞത് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്നാണ്. അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് ഒരു നല്ലൊരു വീട് UK തരണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഇതെല്ലാം കോയിൻസിഡൻ്റ് ആയിട്ട് തന്നെയാണ് മെഴുകുതിരിയിൽ 15 എന്ന അക്കം വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് ഈ മകൾക്ക് കാണുവാൻ സാധിച്ച അന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ. അതൊരു കൺഫർമേഷനായിരുന്നു. ഈശോയും അമ്മയും കൂടെയുണ്ട്, മോളെ നീ മുന്നോട്ട് പൊയ്ക്കോ, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അമ്മയുടെ ആ സാന്നിധ്യമാണ് മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നത്. അതും ഈ മോളൊരു കൺഫ്യൂസായിട്ടിരുന്ന സമയത്ത് അത് കൺഫേം ആക്കാനായിട്ട് സാധിച്ചത് ആ മെഴുകുതിരിയിൽ കണ്ട ആ 15 എന്ന അക്കമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയുടെ സാന്നിധ്യം കൂടെയുള്ളപ്പോൾ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഉടമ്പടി മക്കൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിയാണ് ഞാൻ സഞ്ചരിക്കേണ്ട അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ തന്നെയാണ് മധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയിൽ നിന്ന് ആ വെളിപ്പെടുത്തൽ നടത്തുന്നത്. 15 എന്ന നമ്പർ കാണുകയും പിന്നീട് നമ്മൾക്ക് കൺഫേമായി ഇനി ഒന്നും ചെയ്യാനില്ല, അത് ഈ ഹൗസ് തന്നെയാണ് എനിക്ക് അമ്മ ഈശോയും തിരഞ്ഞെടുത്ത് തന്നത്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നതെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ കൺഫർമേഷനായിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു സാന്നിധ്യമാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴെല്ലാം വെളിപ്പെടുത്തി തരികയാണ്. പഴയ നിയമത്തിലെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ കൂടെ നിന്ന ആ ദൈവം തന്നെയാണ് ഇന്നും ഉടമ്പടി മക്കളുടെ കൂടെ ആ സാന്നിധ്യം നമ്മൾക്ക് പറഞ്ഞു തരുന്നതും കൂടെ നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. അതുപോലെ തന്നെയാണ് മകൾ പറഞ്ഞത്, ഉടമ്പടിയിൽ വന്നതിന് ശേഷം ജപമാല ചെല്ലാനും വചനം വായിക്കുവാനും ഒരു വിശ്വാസപൂർണ്ണമായ ഒരു ആത്മീയ ജീവിതത്തിലേക്കാണ് ഒരു ഉണർവ് കിട്ടിയെന്നാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിക്കുവാനും വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം, വിശ്വാസത്തിലുപരി വിശ്വസ്തതയുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയുടെ ആത്മാർത്ഥതയെ നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ അങ്ങനെക്ക് ഉത്തരം വരളണമേ, അടുത്തിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ആ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ജനമാകാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിഭയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനോ. ഞാൻ വരുന്നത് കട്ടിപ്പാറ ഇടവക, കോഴിക്കോട് ജില്ലയിൽ. ഞാൻ ഒരു ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത്. 2024 സെപ്റ്റംബർ 4 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ആക്ച്വലി 2010 തൊട്ട് 2016 വരെ ബോംബെയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് 6 വർഷത്തെ എക്സ്പീരിയൻസായി. ഓയിൽ ഫീൽഡാണ്. അപ്പം കുറച്ചുകൂടെ നല്ലൊരു ജോലി കിട്ടും, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങിയതാണ്. റിസൈൻ ചെയ്യാൻ നേരത്ത് കമ്പനിയിൽ നിന്ന് പറഞ്ഞായിരുന്നു ബുദ്ധിമുട്ടും ഇപ്പം ചെയ്യരുതെന്നൊക്കെ, പക്ഷെ കേട്ടില്ല. പിന്നീട് നാട്ടിൽ വന്ന് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നാട്ടിൽ തന്നെ നിൽക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. 2020 കൊറോണയുടെ കാലത്തിന് ശേഷം സാമ്പത്തികമായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ തകർന്നു. പിന്നീട് ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനി തന്നെ വിളിച്ച് നോക്കി. അന്നേരം അവർ തന്നെ പറഞ്ഞു വേക്കൻസി ഇല്ല, ഇപ്പം വേക്കൻസി ഇല്ലയെന്ന്. 3 പ്രാവശ്യം വിളിച്ചു, വേക്കൻസി ഇല്ലയെന്ന് പറഞ്ഞു.
ഞാൻ വിളിക്കുന്ന അതേ സമയത്ത് തന്നെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടായിരുന്നു, വേറെ ആൾക്കാരെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സീനിയർ ഇങ്ങനെ പറയുന്നുണ്ട് വേക്കൻസി ഉണ്ട്, വിളിച്ചു നോക്കുന്നത്. ഞാൻ വിളിക്കാൻ നേരത്തൊക്കെ കമ്പനിയുടെ ഓണർ ഇങ്ങനെ പറയുന്നത് വേക്കൻസി ഇല്ലാന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്നുകൊണ്ടായിരുന്നു. ഞാനങ്ങനെ 2024 സെപ്റ്റംബർ 4-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഞാനിങ്ങനെ പറഞ്ഞ് മാതാവേ കുടുംബം നോക്കണം, അപ്പോൾ ഒന്നെ സഹായിക്കണം, അത്രമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ സെപ്റ്റംബർ 28-ാം തീയതി ഞങ്ങളുടെ സീനിയർ എന്നോട് വിളിച്ച് പറഞ്ഞു വേക്കൻസി ഉണ്ട്, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നാലോചിച്ചു, 3 പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ 3 പ്രാവശ്യം എന്നെ റിജക്റ്റ് ചെയ്താണ്, പിന്നെയും വിളിക്കണമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 28-ാം തീയതി ഞാൻ ഒന്നുകൂടെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, CV ഒന്ന് അയക്കാൻ പറഞ്ഞു. അങ്ങനെ CV അയച്ചു. ഒക്ടോബർ 2-ാം തീയതി എനിക്ക് തിരിച്ച് കോൾ വന്നു, ഇൻ്റർവ്യൂ ഉണ്ട്, പ്രിപ്പയർ ആയിക്കോളാൻ. ഒക്ടോബർ 2-ാം തീയതി ജസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയാൻ മാത്രമേ ഇല്ല, ജസ്റ്റ് ഒന്ന് അവിടെ വർക്ക് ചെയ്തതായതുകൊണ്ട് ജസ്റ്റ് CV സെലക്ഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് 1-2 ചോദ്യം ചോദിച്ചു, സെലക്റ്റായി, അവിടുന്ന് ഓക്കെ ആയി. ഒക്ടോബർ 16-ന് ഞാൻ തിരിച്ച് കമ്പനി തന്നെ ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഇവിടെ കൃപാസനത്തിൽ വന്നിരുന്നു, നന്ദി പറയാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലൊരു സംശയം വന്നു, ഇത് മാതാവ് തന്നതാണോ അതോ ഞാനവിടെ വർക്ക് ചെയ്തതുകൊണ്ട് കിട്ടിയതാണോ എന്ന്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അന്ന് സാക്ഷ്യം പറഞ്ഞില്ല. പിന്നീട് ഞാൻ തിരിച്ചു പോയി ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്തു. പിന്നെ 1 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. 1 വർഷം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്ന് നന്ദി പറയാൻ വേണ്ടി വന്നു. അപ്പോഴും എനിക്കൊരു സംശയം, നന്ദി പറയണോ വേണ്ടയോ എന്ന്. അന്നും പറഞ്ഞില്ല. അതിനുശേഷം പിന്നീട് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ കമ്പനിക്ക് വർക്ക് കിട്ടിയത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ സൗദിയിൽ ഇൻ്റർവ്യൂ ഉണ്ട്, കാര്യങ്ങളുണ്ട്, അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. സബ് കോൺട്രാക്ടർ കമ്പനിയുടെ ഇൻ്റർവ്യൂ ആണ് ആദ്യം. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയില്ല, 1 വർഷമായി ഉടമ്പടി പുതുക്കിയില്ല. സബ് കോൺട്രാക്ടർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് ഫെയിലായി. അപ്പോൾ പിന്നെ ഇനി ക്ലയൻറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ പിന്നീട് തിരിച്ച് ഇങ്ങോട്ട് വന്ന് മാതാവിനോട് ക്ഷമ പറഞ്ഞു, മാതാവേ ഇങ്ങനെയൊരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം, ഈ ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. സബ് കോൺട്രാക്ടർ ഇൻ്റർവ്യൂ പാസ്സാണ്, അപ്പോൾ ക്ലയൻറ്റ് ഇൻ്റർവ്യൂവിന് എന്തായാലും വിടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോയി. ഇവിടുന്ന് ചെന്നു, സൗദി ചെന്നു, 1 മാസം സൗദിയിൽ നിന്നു. 2-ാമത്തെ മാസം എന്നോട് പറഞ്ഞു നിനക്ക് അറാംകോ ഇൻ്റർവ്യൂ ഉണ്ട്, പ്രിപ്പയർ ആവണമെന്ന് പറഞ്ഞു. 1 മാസം അവിടെ നിന്നു. 2 മാസം കഴിഞ്ഞു, 3-ാമത്തെ മാസം ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനകൾ മുടക്കാറില്ലായിരുന്നു. എല്ലാത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഇൻ്റർവ്യൂ പാസ്സാക്കി തരണമെന്നായിരുന്നു. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ തലേന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കി, എല്ലാം എന്തൊക്കെ പഠിച്ചു എല്ലാം ഓർമ്മയുണ്ടോ എന്നറിയാൻ വേണ്ടി. ഞാൻ എന്നിട്ട് അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റ് ഡെയിലി ബ്രെഡൊക്കെ കൂടി മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനിന്ന് ഇൻ്റർവ്യൂവിന് പോവാണ്, എന്താണ് ചോദിക്കുന്നതെന്ന് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ജോലി എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവിടുന്ന് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് ഒപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അറാംകോയുടെ ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ജോലി വേണം, ഇത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് എന്നോട് ആദ്യം ജസ്റ്റ് പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുശേഷം ഞാൻ ആ എഴുതി വെച്ച 6 ക്വസ്റ്റ്യൻസ്, ആദ്യം എഴുതിയ 6 ക്വസ്റ്റ്യൻസ്, ആ 6 ക്വസ്റ്റ്യൻസ് ആ സീക്വൻസിൽ എന്നോട് ചോദിച്ചത്, വേറെ പുറത്തുനിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യനും ഇല്ല, ആ 6 ക്വസ്റ്റ്യൻ മാത്രം. ഞാൻ പാസ്സായി. കഴിഞ്ഞ 1 വർഷമായിട്ട് അറാംകോയിൽ വർക്ക് ചെയ്യുകയാണ്. ഇനിയിപ്പം ഈ 20-ാം തീയതി തിരിച്ച് 2-ാമത് അങ്ങോട്ട് തന്നെ അറാംകോയിലോട്ട് തന്നെ പോവാണ്. അപ്പോൾ ഈ ജോലി തന്നത് മാതാവാണ്. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം എനിക്ക് കിട്ടിയ ജോലിയാണ്. അതുകൊണ്ട് മാതാവിന് 1000 നന്ദി പറയുന്നു. മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കടലിനകത്താണ്. പുറം ലോകമായിട്ട് യാതൊരു അധികം ബന്ധമൊന്നുമില്ല. നെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ഒക്കെ ആയിട്ടാണ്. ഞാൻ ദിവ്യബലി മുടക്കാറില്ല. നെറ്റിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ വരുന്ന ദിവസങ്ങളിൽ മാത്രം ദിവ്യബലി മുടങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. നെറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഈവനിങ് പ്രെയർ ആണെങ്കിലും മുടക്കിയിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പരോപകാര പ്രവൃത്തികളാണ്. നമ്മുടെ ഒരു ഷിപ്പും 100-300 പേരേ ഉള്ളൂ. അപ്പോൾ 11 മാസം ഇത്രയും ആൾക്കാർ ഒന്നിച്ചാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെറിയൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് മാതാവിന് സമർപ്പിച്ചിട്ടാണ് ചെയ്യുക. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പരോപകാരം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പം പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സഹായം പൈസയുടെ ആണെങ്കിലും അല്ലാണ്ട് എന്ത് സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരോടും ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല. ഇനി മുന്നോട്ടും അതുപോലെ തന്നെ ആയിരിക്കും. മാതാവ് തന്ന ജോലിയാണ്. മാതാവിന് വേണ്ടി ഈ ജോലി സമർപ്പിക്കുന്നു.
നന്ദി. സങ്കീർത്തനങ്ങൾ 89-ാം അധ്യായം 28 വാക്യങ്ങൾ. എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേലുണ്ടായിരിക്കും, അവനോട് എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും, ഞാൻ അവൻ്റെ വംശത്തെ ശാശ്വതമാക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷിനോ PA കാലിക്കറ്റ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തനിക്ക് ജോലി തിരികെ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. തനിക്ക് സൗദിയിലുണ്ടായിരുന്ന ജോലി അത് റിസൈൻ ചെയ്ത് പോവുകയും എന്നാൽ അതിനെ തുടർന്ന് തിരിച്ച കമ്പനിയിലേക്ക് തന്നെ വിളിക്കുമ്പോഴൊക്കെ നിരവധിയായ വേക്കൻസി ഉണ്ടായിട്ടും അത് അവർ പലതവണ അത് റിജക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് സംസാരിച്ചു കൊണ്ടിരുന്നതൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്നാലും പലപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ ജോലിയും ജീവിതത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട വലിയൊരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെ ആ കമ്പനിയിലേക്ക് തന്നെയാണ് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നതൊക്കെ ചെയ്തത്. എന്നാൽ അത് പരിശുദ്ധ ഇടപെടലിലൂടെ ഒരു വലിയ ദൈവാനുഗ്രഹമെന്നോണം ആ ജോലി തിരികെ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നിന്നാണെങ്കിലും രാംകോ കമ്പനിയിലേക്ക് പോകുമ്പോഴത്തേക്കും അത് പരിശുദ്ധ അമ്മയുടെ ചേർന്നുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴും ആ ജോലി തിരികെയൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഇൻ്റർവ്യൂവിൽ പോകുമ്പോഴത്തേക്കുമാണെങ്കിലും താൻ ഒരുങ്ങിയ 6 ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത് തന്നെ ചോദിക്കുകയും പുറത്തുനിന്ന് മറ്റു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഇല്ലാതെ കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം തന്നെ കൂടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഒരു ഷിനോയുടെ സാക്ഷി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്നത്. പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഒരു വലിയ ജീവിത രീതി തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുക. കാരണം പലപ്പോഴും എഴുത്താനക്ക് മുമ്പിൽ വന്ന സാക്ഷ്യം പറയണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയോടുകൂടി തിരിച്ചു പോകുമ്പോഴും അത് പരിശുദ്ധ അമ്മ ഈശ്വരൻ എന്ന മകന് തിരിച്ചു നൽകുക, ഉറപ്പായിട്ടും ഉറച്ച ബോധ്യത്തിലൂടെ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്നുള്ള തരത്തിലേക്ക് ആ ഒരു ഉടമ്പടി ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഈ ജോലി ലഭിച്ചത് തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹത്തോടു കൂടിയാണ്. ഇനി മുമ്പോട്ടുള്ള ഈ മകൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇനിയും ഈ മകനെ അനുഗ്രഹിക്കട്ടെ എന്നും ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷകളുടെ സാക്ഷിയായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ അൾത്താരയിൽ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മെറ്റിൽഡ നിത വർഗീസ്. ഞാൻ കുമ്പളങ്ങി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഏപ്രിൽ 10, 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ മൂത്ത മോൾക്ക് വേണ്ടിയിട്ടാണ് അത് ഉടമ്പടി എടുത്തത്. അവൾക്ക് വേണ്ടിയിട്ട് എനിക്ക് +2 പരീക്ഷയിൽ അവൾക്ക് മാർക്ക് കുറവായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയൊക്കെ ലഭിച്ചതിന് ശേഷം അവൾക്ക് മാർക്ക് 90% കൂടുതൽ മാർക്ക് മേടിച്ച് പാസ്സാകാൻ സാധിച്ചിരുന്നു. അതും പിന്നീട് എൻ്റെ നടുവേദന മാറിയതുമൊക്കെ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ ഒരു വർഷത്തിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ടുള്ള ഒരു കൃപ ലഭിച്ചു. ഇതൊക്കെയാണ് ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ സാക്ഷ്യം. ഇതെൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിലേറ്റവും ആദ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ സാക്ഷ്യം തന്നെയാണ്. പുള്ളി ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നേവിയിലാണ്. അപ്പോൾ മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 അതിന് ശേഷം ഒരു 6 മാസത്തിന് ശേഷം ഇതുവരെയും പുള്ളി മദ്യപിച്ചിട്ടില്ല. പിന്നീട് 2025 സർവീസിൽ നിന്ന് റിട്ടയർഡായി. ഇപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ഒപ്പം ദിവ്യബലി അർപ്പിക്കാനായിട്ട് പള്ളിയിൽ വരികയും ദിവ്യകാരണം സ്വീകരിക്കുകയും കുടുംബ പ്രാർത്ഥനയിൽ സ്ഥിരമായി പങ്കെടുക്കുകയും അത് ചേട്ടൻ തന്നെയാണ് അത് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നത്. പിന്നെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് കൂടും, സന്ധ്യാപ്രാർത്ഥന അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. കൂടാതെ കഴിഞ്ഞ 2025 ഒക്ടോബറിൽ അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി ഹസ്ബൻഡിന് ഒരു 40 വർഷത്തോളമായിട്ടുള്ള നടുവേദന പൂർണ്ണമായിട്ടും സൗഖ്യമായി. വിശുദ്ധ തൈലം ചേട്ടൻ ഉപയോഗിക്കുമായിരുന്നു, നടുവിന് പുരട്ടി കൊടുക്കുമായിരുന്നു. ഇതാണ് എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച സാക്ഷ്യം. രണ്ടാമത്തേത് എൻ്റെ മോൾ അലോന. ഇവൾ 10th 94.6% മാർക്ക് മേടിച്ച് പാസ്സായി. കാരണം എൻ്റെ മോളുടെ കഴിവനുസരിച്ച് ഏകദേശം ഒരു 80% അത്രേ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത്രേ ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം അവൾ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും, ഉപ്പ് ഉപയോഗിക്കും, തേൻ ഉപയോഗിക്കും. ഇതൊക്കെ എൻ്റെ ഫലമായിട്ട് അമ്മ ഉയർന്ന വിജയം നൽകി അവളെ അനുഗ്രഹിച്ചു. ഞങ്ങൾ ആ റിസൾട്ട് അറിഞ്ഞതിൻ്റെ അന്ന് രാത്രി ഇവിടെ വന്ന് അമ്മ മാതാവിന് നന്ദി പറഞ്ഞിരുന്നു.
കൂടാതെ മോള് കേന്ദ്രീയ വിദ്യാലയ റീജിയണൽ സ്പോർട്സിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അവൾ കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നത് ഷോട്ട് പുട്ടും ജാവലിൻ ത്രോയും ആണ്. പക്ഷേ ഈ പ്രാവശ്യം അവൾ അതിന് പ്രാക്ടീസ് ചെയ്തെങ്കിലും ലാസ്റ്റ് മൊമെൻറ്റിൽ അവളുടെ സാർ ഒരാഴ്ച മുൻപ് പറഞ്ഞു മാരത്തണിൽ പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ മാരത്തണിലോട്ട് മാറി. ഇവൾക്ക് ഒട്ടും മെറിറ്റ് ഇല്ല എന്ന് തന്നെ പറയാം, കാരണം ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. പക്ഷേ 2 സിൽവറും 1 ബ്രോൺസ് മെഡലും നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഇത് എൻ്റെ ഡാഡിയാണ്, സേവ്യർ ഡാഡി. കുമ്പളങ്ങി സെയിൻറ്റ് ജോസഫ് ഇടവകം തന്നെയാണ്. ഡാഡിക്ക് കൊറോണയ്ക്ക് ശേഷം ഡാഡിയുടെ വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. 60 വെയിറ്റ് ഉണ്ടായ ആൾ ഒരു 50 kg എത്തി. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി. നോർമൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡാഡിക്ക് പ്രോബ്ലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ CT സ്കാൻ എടുക്കാൻ പോയി. CT സ്കാൻ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് പാൻക്രിയാസിലൊരു സിസ്റ്റ് കണ്ടു. അത് ആദ്യത്തെ ടെസ്റ്റിൽ ഒരു ബ്ലഡ് ടെസ്റ്റിൽ CA 19.9 എന്ന് പറഞ്ഞ ടെസ്റ്റിൽ നോർമലിനേക്കാളും കുറച്ച് വേരിയേഷൻ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അത് പിന്നീട് നോക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഡാഡിനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് ചെന്നപ്പോഴത്തേക്കും ഡാഡിക്ക് വീണ്ടും CT സ്കാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായി. അതിൽ CT സ്കാനിൽ ലിംഫ് നോഡ് കൂടുതലായിട്ട് വളരാൻ തുടങ്ങി. 1.5 സെൻറ്റിമീറ്ററിലോളമായി. CA 19.9 80% കൂടുതലായി. അതും ഒരു നല്ല സിഗ്നൽ അല്ല കാണിച്ചിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഡോക്ടറിനോട് ചോദിച്ചത് ഡോക്ടർ ഡാഡിക്ക് ക്യാൻസർ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പാൻക്രിയാസിൽ എന്തെങ്കിലും ക്യാൻസറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ആദ്യം മനസ്സിലാവില്ല, ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കേ അത് അറിയാൻ പറ്റുള്ളൂ. ക്യാൻസർ ഇല്ല എന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബയോപ്സിയുടെ ഡേറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയും അച്ഛൻ വിശുദ്ധ തൈലം കൊടുത്ത് അത് ഡാഡി പാൻക്രിയാസിൻ്റെ ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ബയോപ്സിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റായി. അങ്ങനെ ഒരു ദിവസം അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ബയോപ്സി എടുത്തു. 15 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ടിനകത്ത് ഡാഡിക്ക് നെഗറ്റീവാണ്. ഞാൻ ഡോക്ടറിനോട് എന്താണ് ചോദിച്ചത്, ക്യാൻസർ ഉണ്ടോ എന്നാണ്. ഡോക്ടർ പറഞ്ഞു ഈ ശരീരത്തിൽ ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്നും ഞങ്ങളെ ഈശോയും അമ്മയും രക്ഷിച്ചു. ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത് കൃപാസനം പേപ്പർ വാങ്ങിച്ചിട്ട് പ്രാർത്ഥിച്ച് എല്ലാ വീടുകളിലും കടകളിലും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അത് അങ്ങനെ അധികം ദിവസം വീട്ടിലൊന്നും വയ്ക്കാറില്ല. ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ഞാൻ മാക്സിമം കൊടുത്ത് തീർക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അത് ഡെയിലി കൂടാറുണ്ട്. എനിക്ക് അറിയാവുന്നവരോട് ഞാൻ ഡെയിലി എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ കണ്ടുമുട്ടിയാൽ അവരോടൊക്കെ എല്ലാം ഞാൻ ഈ കൃപാസനത്തിൽ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്. അവിടെ ഒത്തിരി അമ്മമാരുണ്ട്. അവരുടെ അടുത്ത് എല്ലാ ശനിയാഴ്ചയും പോയിട്ട് അവരുടെ കുളിപ്പിച്ച് കൊടുക്കുകയും അവരുടെ നഖങ്ങൾ വെട്ടിക്കൊടുക്കും, അവരോട് സംസാരിക്കും. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. പിന്നെ അപ്പൂപ്പന്മാരുടെ വൃദ്ധസദനത്തിൽ പോയിട്ട് അവിടെ പോയി അവർക്ക് ഭക്ഷണം ഒത്തിരി പൈസ കൊടുക്കാറുണ്ട്, സാമ്പത്തികമായി സഹായിക്കാറുണ്ട്. പിന്നെ നമുക്ക് ജീവിതത്തിൽ കാണുന്ന ഒത്തിരി ആൾക്കാർ, സങ്കടപ്പെടുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഈശോയും അമ്മയും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇനിയുള്ള എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ഈ കൃപാസനത്തിൽ ഉടമ്പടിയെടുത്ത് അതിൽ കൃത്യമായിട്ട് പാലിച്ച് ജീവിക്കും. ഞാൻ ബൈബിൾ ഒരു കാര്യം വിട്ടുപോയി, ബൈബിളും വായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ടോക്കുകളെല്ലാം കേൾക്കാറുണ്ട്. ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് അത് കൂടാറുണ്ട്. അതിൽ പറയുന്ന വചനങ്ങൾ, സാക്ഷ്യങ്ങൾ അതൊക്കെ എല്ലാം ഒപ്പം തന്നെ എടുത്ത് കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനയിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയൊരു കൃപ അത് എനിക്ക് മാത്രമല്ല, എൻ്റെ ഭവനത്തിൽ എനിക്ക് മൂത്ത മോളുണ്ട്, അവൾ കാനഡയിലാണ്. അവളും ഈ പ്രാർത്ഥനയിൽ ജീവിച്ച ഒത്തിരി അനുഗ്രഹങ്ങൾ അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി അവൾ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്ന ഈശോയെയും അമ്മയും മഹത്വപ്പെടുത്തുന്നതാണ്. ഇതുവരെ ഇപ്പോൾ വരെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 118 6 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മെറ്റിൽഡ വർഗീസ് കുമ്പളങ്ങി തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ മകൾക്ക് ലഭിച്ച ഉന്നത വിജയവും അതേ തുടർന്ന് എനിക്കുണ്ടായിരുന്ന നടുവേദനകളൊക്കെ മാറ്റി അനുഗ്രഹിച്ചത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഉറച്ച വിശ്വാസം തന്നെയാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച വലിയൊരു മാനസാന്തരം, അത് തൻ്റെ ജീവിത പങ്കാളി ഡിഫൻസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനെ തുടർന്നാണെങ്കിലും ഉടമ്പടിയെടുത്ത് 6 മാസത്തിന് ശേഷം
പൂർണ്ണമായിട്ടുള്ളൊരു വലിയ മാറ്റമാണ് തനിക്കുണ്ടായിരുന്ന മദ്യപാനമെന്ന ദുശ്ശീലത്തേത് പൂർണ്ണമായിട്ട് മാറ്റുവാനും സാധിക്കുകയും അതേ തുടർന്ന് തന്നെ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥനയിലേക്കായിരിക്കുവാനുള്ള ഉറച്ചൊരു വിശ്വാസം തന്നെയാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ ഈ ഒരു കുടുംബനാഥനെ തിരിച്ചു നൽകി അനുഗ്രഹിക്കുക ചെയ്തത്. അതേ തുടർന്നാണെങ്കിലും ഈ കുടുംബത്തിലെ മകൾക്ക് സ്പോർട്സിൽ, അതായത് മാരത്തോണിൽ പങ്കെടുക്കണമെന്നും, അതായത് ഒട്ടും മെറിറ്റില്ലാഞ്ഞിട്ട് പോലും ആ ഒരു അത്ലറ്റിൽ പങ്കെടുത്തുകൊണ്ട് അത് മെഡലൊക്കെ ലഭിക്കുവാനൊക്കെയായിട്ട് അവസരമുണ്ടായത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും ഉടമ്പടി വസ്തുക്കളുടെയൊക്കെ ഉപയോഗം തന്നെയാണ്. അതേ തുടർന്നാണെങ്കിലും മെറ്റിൽഡ വർഗീസിൻ്റെ അപ്പച്ചൻ്റെ രോഗസൗഖ്യമാണെങ്കിലും അത് പാൻക്രിയാസിൽ സിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അത് ജോസഫ് അച്ഛൻ്റെ കവിയപ്പ് ശുശ്രൂഷയിലൂടെയാണെങ്കിലും അതിനെ ചൊല്ലിയാനും അതിനെ തുടർന്നുള്ള ചെക്കപ്പൊക്കെ നടത്തിയപ്പോഴും ബയോപ്സിക്കൊക്കെ അയച്ചപ്പോഴും അത് പൂർണ്ണമായിട്ട് പരിശ്രമ ഇടപെടലിലൂടെ അതിൻ്റെ ഒരു കുഴപ്പമില്ലാതെ കണ്ട് ക്യാൻസർ രോഗത നെഗറ്റീവാണെന്നത് മാറ്റിയെടുക്കാനും നെഗറ്റീവാണെന്നുള്ള റിസൾട്ട് വരികയും അത് പരിശുദ്ധ ഇടപെടലിലൂടെ ഒരു വലിയ രോഗസൗഖ്യം നൽകിയെന്ന് തന്നെയാണ് ഇവിടെ വാക്കിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. മെറ്റിൽഡയും കുടുംബവും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും ഉടമ്പടിയിൽ ആയിരിക്കുവാനും ഉടമ്പടിയിൽ ചേർന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതുകൊണ്ട് മാത്രമാണ് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ അവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ സാക്ഷ്യം പറയുവാനായിട്ട് ഇവരെ പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുക ചെയ്തത്. ഇനിയും പരിശുദ്ധ അമ്മ ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്നും ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് എന്തെല്ലാം ആവശ്യങ്ങൾക്കായിട്ടാണോ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം, ഈ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ അവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഉയർത്താൻ നമ്മളെയും അനുഗ്രഹിക്കണമേ.